SSC RRB പരീക്ഷയ്ക്കുള്ള GK സീരീസിൽ ഹിസ്റ്ററി ആണ് ആദ്യം നോക്കുന്നത്. 4 വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവസാനം ജൈനിസത്തിലാണ് നിർത്തിയത്. അടുത്തത് ബുദ്ധിസം. അപ്പോൾ ആദ്യത്തത് ബുദ്ധിസം എന്താണ്? ബുദ്ധൻ്റെ ടീച്ചിങ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റിലീജിയനാണ് ബുദ്ധിസം. അപ്പോൾ ആദ്യം തന്നെ ബുദ്ധിസത്തിൽ നോക്കേണ്ടത് ഗൗതം ബുദ്ധനെ പറ്റിയിട്ട്. അപ്പോൾ ആരാണ് ബുദ്ധൻ? ബുദ്ധനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു ശാക്യ ക്ലാനിലെ ഒരു യുവരാജാവാണ്, രാജാവിൻ്റെ മകനാണ്. അപ്പോൾ ബുദ്ധൻ ആദ്യം ജനിക്കുന്നത് 563 BCയിൽ നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിലല്ല, നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്താണ് ബുദ്ധൻ ജനിക്കുന്നത്. വർഷം 563 BCയിലാണ്, ബിഫോർ ക്രൈസ്റ്റ്. അതായത് ക്രൈസ്തുവിനും 500 സംതിങ് വർഷം മുന്നെയാണ് ബുദ്ധൻ ജനിക്കുന്നത്. ബുദ്ധൻ നേപ്പാളിലെ ലുംബിനിയിലാണ് ജനിക്കുന്നത്. ഡെത്ത് ഇന്ത്യയിൽ തന്നെ, ബീഹാറിൽ കുശിനഗറിൽ 483 BCയിലാണ് ബുദ്ധൻ്റെ ഡെത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞു ബുദ്ധൻ ഒരു രാജാവിൻ്റെ മകനാണ്. അപ്പോൾ അച്ഛൻ്റെ പേര് ശുദ്ധോധന മഹാരാജാവ്. ബുദ്ധൻ്റെ അമ്മയുടെ പേര് മഹാമായ. അപ്പോൾ ബുദ്ധനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അമ്മയുടെ പേര് മഹാമായ ആണെങ്കിലും ഒരു വളർത്തമ്മ, ഫോസ്റ്റർ മദർ എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള ഒരാളാണ് മഹാപ്രജാപതി ഗൗതമി. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭിക്കുനി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിസ്റ്റ് മോങ്സിൽ സ്ത്രീകളായിട്ടുള്ള ബുദ്ധിസ്റ്റ് സന്യാസിമാരെ വിളിക്കുന്ന പേരാണ് ഭിക്കുനി. അപ്പോൾ ബുദ്ധനിൽ നിന്ന് നേരിട്ട് ഭിക്കുനിയായ ആദ്യത്തെ ഫസ്റ്റ് ഭിക്കുനി ആണ് മഹാപ്രജാപതി ഗൗതമി. അതായത് ബുദ്ധൻ്റെ ഫോസ്റ്റർ മദർ അഥവാ വളർത്തമ്മ. ബുദ്ധൻ്റെ ഭാര്യ യശോധര, ബുദ്ധൻ്റെ മകൻ രാഹുൽ. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ബുദ്ധനുമായി ബന്ധപ്പെട്ട് അച്ഛൻ, അമ്മ, വളർത്തമ്മ, ഭാര്യ, മകൻ, 5 പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ. ശാക്യ ക്ലാനിലെ ശുദ്ധോധന മഹാരാജാവിൻ്റെ മകനാണ് ബുദ്ധൻ. അമ്മയുടെ പേര് മഹാമായ. അച്ഛൻ ശാക്യ ക്ലാൻ പോലെ അമ്മയുടെ ക്ലാനാണ് കോലിയാൻ ക്ലാൻ. ബുദ്ധൻ്റെ അമ്മയായിട്ടുള്ള, ഇപ്പോൾ ഒറിജിനൽ അമ്മയായിട്ടുള്ള മഹാമായയുടെ ക്ലാനാണ് കോലിയാൻ ക്ലാബ് മഹാമായ. അടുത്തത് വളർത്തമ്മ, ഫോസ്റ്റർ മദർ അഥവാ മെറ്റേണൽ ആൻഡ്, അതാണ് മഹാപ്രജാപതി ഗൗതമി. ഈ ഗൗതമി എന്നാണ് ഗൗതമ ബുദ്ധനാവുന്നത്. ഗൗതമ ബുദ്ധൻ. അപ്പോൾ ബുദ്ധിസത്തിൽ സ്ത്രീകളായിട്ടുള്ള മോങ്സിന് വിളിക്കുന്ന പേരാണ് ഭിക്കുനി. ആദ്യത്തെ ഫസ്റ്റ് ഭിക്കുനി എന്നറിയപ്പെടുന്നത് ഫോസ്റ്റർ മദർ തന്നെയാണ് ഗൗതമി. ഭാര്യ യശോധര, രാഹുൽ, മകൻ. അപ്പോൾ ഇതുപോലെ 5 ആളുകളുടെ പേര് പഠിച്ചു. ഇത് 5 ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധോധന മഹാരാജാവ്, മഹാമായ, ഗൗതമി, യശോധര, രാഹുൽ. ഇതുപോലെ ബുദ്ധന് മറ്റ് വിളിപ്പേരുകളുണ്ട്, ശ്രീ ഗൗതമ ബുദ്ധൻ എന്നല്ലാതെയുള്ള വിളിപ്പേരുകൾ. അപ്പോൾ ബുദ്ധൻ്റെ ചൈൽഡ്ഹുഡ് നെയിം അതാണ് സിദ്ധാർത്ഥ. ബുദ്ധൻ്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് സിദ്ധാർത്ഥ. അതുപോലെ തന്നെ ശാക്യ ക്ലാനിലുള്ള മോങ്ക് എന്നുള്ള അർത്ഥത്തിൽ ശാക്യ മുനി എന്നും ബുദ്ധനെ വിളിക്കും, ശാക്യമുനി. അതുപോലെ ഇത് റെയറായിട്ട് കേട്ടിട്ടുണ്ടാവില്ല, തഥാകത്ത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, തഥാകത്ത് എന്നറിയപ്പെടുന്നത് ആര്? ബുദ്ധൻ, വിവേകാനന്ദൻ, അങ്ങനെയൊക്കെ പേരുണ്ടാവും. അപ്പോൾ ആൻസർ തഥാകത്ത് എന്നറിയപ്പെടുന്നത് ബുദ്ധൻ. അപ്പോൾ 5 പേരുകൾ ഫാമിലി പഠിച്ചു. പിന്നെ 3 ബുദ്ധൻ്റെ മറ്റ് പേരുകൾ, 3 പേരുകൾ. ചെറുപ്പത്തിൽ പഠിച്ച പേര് സിദ്ധാർത്ഥൻ, ശാക്യ ക്ലാനിലുള്ള മുനി എന്നുള്ള അർത്ഥത്തിൽ ശാക്യമുനി, പിന്നെ തഥാകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു രാജാവിൻ്റെ മകൻ, യുവരാജാവായിട്ട് സകല സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ബുദ്ധൻ വളരുന്നത്. അപ്പോൾ പിന്നീട് ഒരു വൃദ്ധനെ കാണുന്നു, ഒരു രോഗിയായ ആളെ കാണുന്നു, ഒരു ശവശരീരം കാണുന്നു, ഒരു സന്യാസിയെ കാണുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധൻ വീട് വിട്ടിറങ്ങാനും ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ബുദ്ധൻ ഏത് വയസ്സിലാണ് വീട് വിട്ടത്? അപ്പോൾ ബുദ്ധൻ വീട് വിട്ടതിനൊക്കെ ഓരോ ടേം ഉണ്ട്, അതടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. മഹാപരിഷ്ക്രമൺ. ബുദ്ധൻ 29ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയാണ്. 29ാമത്തെ വയസ്സിൽ
മഹാവീരൻ 30, ബുദ്ധൻ 29. ബുദ്ധൻ്റെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അലറക്കലമ, അടുത്തത് ഉദ്രക രാംപുത്ര. ഈ 2 പോയിന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധൻ്റെ ആദ്യത്തെ ഗുരു അഥവാ ടീച്ചർ എന്ന് പറയുന്നത് അലറക്കലമ. അപ്പോൾ ഇങ്ങനെ വീട് ഉപേക്ഷിച്ചിറങ്ങിയ ബുദ്ധൻ ഒരു നദിയുടെ കരയിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ സന്യസിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഇങ്ങനെ ഇരിപ്പോൾ ബുദ്ധന് എന്തുണ്ടായി? ബോധോദയം ഉണ്ടായി. അതിനാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായ ഈ നദി ഏതാണ്, ഈ മരം ഏതാണ്, ഈ സ്ഥലം ഏതാണ്? അപ്പോൾ ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ്, ബുദ്ധൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ എൻലൈറ്റ്മെൻറ്റ്, ബുദ്ധന് ബോധോദയം ഉണ്ടാകുന്നത്. അപ്പോൾ ബുദ്ധൻ ഇരുന്ന ഈ മരത്തിൻ്റെ പേരാണ്, ഇത് പീപ്പിൾ ട്രീ ആണ്. ഏത് തരത്തിലുള്ള മരമാണ്? പീപ്പിൾ ട്രീ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉരുവേല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ സ്ഥലത്തിൻ്റെ പേര് ഉരുവേല. അതിന് ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലത്തിൻ്റെ പേരെന്താവും? സ്വാഭാവികമായിട്ടും ബോധ്ഗയയിൽ വെച്ചിട്ടാണ് ബുദ്ധന് ബോധോദയം ഉണ്ടാകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് ഉരുവേല. ആ മരം പീപ്പിൾ ട്രീ ആണ്. ആ മരത്തിന് വന്ന പേര് ബോധി ട്രീ. ബുദ്ധന് ബോധോദയം വന്ന ട്രീ ബോധി ട്രീ. അത് ശരിക്കും എന്ത് മരമാണ്? പീപ്പിൾ ട്രീ ആണ്. അപ്പോൾ 49 ദിവസമാണ് ബുദ്ധൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഈ ഉരുവേലയിൽ ഈ മരത്തിൻ്റെ അരികിലൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ആ നദി ഏതാണെന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. നദി നിരഞ്ജന നദി. ആ നദിയാണ് നിരഞ്ജന റിവർ. അപ്പോൾ ഇങ്ങനെ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫൈനൽ എൻലൈറ്റ്മെൻറ്റിനെ ബുദ്ധിസത്തിൽ വിളിക്കുന്നത് നിർവാണ എന്നാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് ജീവിതത്തിൽ നിർവാണ അറ്റൈൻ ചെയ്യലാണ്. അപ്പോൾ എൻലൈറ്റ്മെൻറ്റിലേക്കൂടെയാണ് ബുദ്ധന് നിർവാണ കിട്ടുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ്, ജീവിതത്തിൻ്റെ ഉത്തരം ബുദ്ധന് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന് ശേഷം ഇതെവിടെയാണ്? ബീഹാറിലാണ്, ബോധ്ഗയ. അപ്പോൾ അതിന് ശേഷം ബുദ്ധൻ എവിടത്തേക്ക് പോകുന്നു? UP-യിലെ സാരാനാഥിൽ പോകുന്നു. അപ്പോൾ സാരാനാഥിൽ വെച്ചിട്ടാണ് ബുദ്ധൻ അവരുടെ സാരാനാഥിൽ വെച്ചിട്ട് അവിടുത്തെ ശിഷ്യന്മാരോട് ഈ ബുദ്ധന് വന്ന എൻലൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് സെർമൺ എന്ന് പറയുകയാണ്, ടീച്ചിങ്സ്, ശിഷ്യന്മാർക്ക് നൽകുന്ന ടീച്ചിങ്സ്. അപ്പോൾ ആ ഫസ്റ്റ് സെർമൺ നടത്തുന്നത് UP-യിലെ സാരാനാഥിൽ വെച്ചിട്ടാണ്, വാരണാസിയിൽ. അപ്പോൾ അതും അടുത്ത ഒരു എൻലൈറ്റ്മെൻറ്റിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇവൻ്റാണ് ഫസ്റ്റ് സെർമൺ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ലൈറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ലൈറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ബുദ്ധനാണ്. ഓപ്ഷനിൽ വിവേകാനന്ദൻ, അംബേദ്കർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ വിളക്ക് എന്നറിയപ്പെടുന്നത് ബുദ്ധനാണ്. ജസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ബുദ്ധൻ്റെ ഫാമിലി, ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ മകനാണ്. ആ രാജാവിൻ്റെ പേര്, അച്ഛൻ്റെ പേര് ശുദ്ധോധന മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ മകൻ ശാക്യ ക്ലാനിലെ യുവരാജാവായിരുന്നു ബുദ്ധൻ. ബുദ്ധൻ ജനിക്കുന്നത് 563 BC-യിൽ. ഇന്ത്യയിലല്ല, നേപ്പാളിലെ ലുംബിനിയിൽ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നേപ്പാളിലെ ലുംബിനിയിലാണ് ബുദ്ധൻ ജനിക്കുന്നത്. മരണം കുശിനഗറിൽ വെച്ചിട്ട് 483 BC, ബീഹാറിലെ കുശിനഗർ. അപ്പോൾ ഈ കുശി എന്നുള്ള വാക്കിൻ്റെ ഹിന്ദി അർത്ഥം എന്താണ്? ഹാപ്പി. കുശി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നല്ലേ. അപ്പോൾ ബുദ്ധനെ പോലെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ഒരാൾ എന്തായിരിക്കും? മരിക്കുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും, ആയിട്ടായിരിക്കും. കുശി നഗറിൽ വെച്ചിട്ടാണ് ബുദ്ധൻ മരിക്കുന്നത് 483-ൽ. അപ്പോൾ കുശി നഗരം എന്താണ്? ഡെത്ത്. ബുദ്ധൻ മരിക്കുന്ന സ്ഥലമാണ് കുശിനഗര. ജനന സ്ഥലം ലുംബിനി. അപ്പോൾ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇനിയും ഇത് ഒരുപാട് 8 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് ബുദ്ധൻ്റെ. അതിലെ ഒന്നാമത്തെ ജനനം ലുംബിനി, നേപ്പാൾ. മരണം കുശിനഗർ. ബുദ്ധൻ്റെ അച്ഛൻ ശുദ്ധോധന, അമ്മ മഹാമായ. അവരുടെ ക്ലാന് കോളിയാൻ ക്ലാന്, അച്ഛൻ ശാക്യ ക്ലാന്. ബുദ്ധൻ്റെ മറ്റ് പേരുകൾ, ചൈൽഡ്ഹുഡ് നെയിം സിദ്ധാർത്ഥൻ. ശാക്യ ക്ലാനിലെ മുനി എന്നുള്ള അർത്ഥത്തിൽ ശാക്യമുനി. മറ്റു വിളിപ്പേര് തഥാഗത്. 5 പേരുകൾ: ഭാര്യ യശോധര, മകൻ രാഹുൽ. വീട് വിട്ടിറങ്ങുന്നു, അതായത് വീട് വിട്ട് ഇറങ്ങുന്നു. ഇതിനൊക്കെ ഓരോ സിമ്പിൾ ഉണ്ട് അടുത്തതിൽ. അപ്പോൾ ഈ വയസ്സ് 29. അലാറക്കലമയും ഉദ്രക രാംപുത്രിയും.
ബുദ്ധൻ്റെ ലൈഫിലെ 5 പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്, ബുദ്ധൻ്റെ ലൈഫിലെ 5 പ്രധാനപ്പെട്ട ഇവൻറ്റ്സിനും ഇവൻ്റ് എന്താണ്, അതിന് ഓരോന്നിനും ഓരോ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടത്തേക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് സിമ്പിൾസ് ഓഫ് ബുദ്ധാസ് ലൈഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബുദ്ധൻ്റെ ഏറ്റവും ആദ്യം തുടക്കം ഓടുന്നതാണ് ബർത്ത്. അതിന് ജന്മ എന്ന് പറയും, നമ്മളെ ജന്മം. അത് സിമ്പിള് ലോട്ടസ് ആണ്. ലോട്ടസ് അഥവാ ബുള്ള്, ലോട്ടസ് എന്ന് എടുത്താൽ മതി. ബുദ്ധൻ്റെ അപ്പോൾ ഈ താമര എന്നുള്ളത് എന്താണ്, ഈ മുട്ടായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് വിരിഞ്ഞിട്ടാണ് താമരയാവുന്നത്. ആ മുട്ട് വിരിയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, സിമ്പലൈസ് ചെയ്യുന്നത് ജന്മത്തിനെയാണ്, ബർത്തിനെയാണ്. അപ്പോൾ ബുദ്ധൻ്റെ ബർത്തിനെ സിമ്പൽ ചെയ്യുന്നത് ലോട്ടസ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഇവൻ്റ് ബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ബർത്തിനെ സൂചിപ്പിക്കുന്ന ലോട്ടസ്. പിന്നെ അതിന് ശേഷം 29-ാം വയസ്സിൽ ബുദ്ധൻ എന്ത് ചെയ്യുന്നു, വീട് വിട്ടിറങ്ങുന്നു. ആ വീട് വിട്ടിറങ്ങുന്നതിന് ഇപ്പം നമ്മളെല്ലാം വീട് വിട്ടിറങ്ങി എന്താ പറയുക, ഒളിച്ചോടി എന്ന് പറയും. പക്ഷേ ബുദ്ധനെ പോലെ ഒരാൾ വീട് വിട്ടിറങ്ങുമ്പം എന്തായിരിക്കും, അതിനൊരു പ്രത്യേക പേരുണ്ടാവും. അപ്പോൾ ഈ ഹൗസ് റിനൗൺസിയേഷൻ, വീട് വിട്ടിറങ്ങുന്നതിന് ബുദ്ധിസത്തിൽ പറഞ്ഞ ബുദ്ധൻ്റെ ഹൗസ് റിനൗൺസിയേഷൻ മഹാബിനിഷ്ക്രമണ. മഹാബിനിഷ്ക്രമണ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ഹൗസ് റിനൗൺസിയേഷനെ പറയുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഹോഴ്സ്. അപ്പോൾ നമുക്ക് എന്താ അറിയുക, ബുദ്ധൻ വീട് വിട്ടിറങ്ങിയത് ഏതിലാണ്, കുതിരയിലാണ്, കുതിരവണ്ടിയിലാണ് ബുദ്ധൻ വീടിന്ന് ഇറങ്ങിപ്പോകുന്നത്. നടന്നിട്ടല്ല, കുതിരവണ്ടിയിലാണ്. അപ്പോൾ ആ കുതിരക്കൊരു പേരുണ്ടാവില്ലേ, ബുദ്ധൻ്റെ കുതിരയ്ക്ക് വിളിക്കുന്ന പേരാണ് കാന്തക്, കന്തക, കാന്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന കന്തക് എന്നാണ് ബുദ്ധൻ്റെ കുതിരക്ക് വിളിക്കുന്ന പേര്. അപ്പോൾ ഇനി കുറേ കഴിയുമ്പം മറ്റൊരുപാട് രാജാക്കന്മാരെ കുതിരക്ക് പേരുണ്ട്. അപ്പോൾ ബുദ്ധൻ്റെ കുതിര കാന്തക്. അപ്പോൾ ഈ കുതിരേൻ്റെ അറ്റത്ത് എന്തുണ്ടാവും, ഈ തേരുണ്ടാവില്ലേ, കുതിര വലിച്ചുകൊണ്ട് പോകുന്നത് ഒരു തേരിലായിരിക്കും ഇവർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ തേരിനെ വിളിക്കുന്ന, ചാരിയറ്റിനെ വിളിക്കുന്ന പേരാണ് ചന്ന. ഈ 2 പേര് ബുദ്ധൻ്റെ ഹൗസ് റിനൗൺസിയേഷൻ, 29-ാം വയസ്സിൽ ബുദ്ധൻ വീട് വിട്ടിറങ്ങുന്നതിനെ സിമ്പിൾ എന്ന് പറയുന്നത് ഹോഴ്സാണ്. ബുദ്ധൻ്റെ ഹോഴ്സിനെ വിളിക്കുന്ന പേരാണ് കന്തക്ക്. അതിൻ്റെ തേര് ബാക്കിലെ ചാരിയറ്റ്, അതിൻ്റെ പേരാണ് ചന്ന. അപ്പോൾ ഒന്നായി ബർത്തായി, രണ്ടാമത്തെ ഹോഴ്സ് റിനൗൺസിയേഷൻ. ഇപ്പം ഇങ്ങനെ വീട് വിട്ടിറങ്ങി. അതിനുശേഷം ബുദ്ധൻ എന്ത് ചെയ്തു, നിരഞ്ജന നദിയുടെ കരയിൽ ബോധി ട്രീ, പീപ്പിൾ ട്രീക്ക് 49 ദിവസം ഇരുന്ന് എന്ത് കിട്ടി, എൻലൈറ്റ്മെൻറ്റ് കിട്ടി. അപ്പോൾ ആ എൻലൈറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് ബോധി ട്രീ. അപ്പോൾ ഈ ഫൈനൽ എൻലൈറ്റ്മെൻ്റ് ആണ് ബുദ്ധിസത്തിലെ നിർവാണ എന്ന് പറയുന്നത്. അപ്പോൾ ബോധി ട്രീ ആണ് 3ാമത്തെ ഇവൻ്റ്. അടുത്തത് ഈ ഇങ്ങനെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ബുദ്ധൻ എന്ത് ചെയ്തു, ബോധ്ഗയയിൽ നിന്ന് സാരാനാഥിലെത്തി. സാരാനാഥിലെത്തിയ ശേഷമാണ് അവിടെ തൻ്റെ ഡിസൈപ്പിൾസ് അതായത് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നത്, ജീവിതത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ട്രൂത്തുകൾ സംസാരിക്കുന്നത്. ആ ട്രൂത്തുകളിലേക്ക് ജീവിതത്തിലെ സോറോ അവസാനിപ്പിക്കാനുള്ള മാർഗം, അതിനുള്ള പാത്ത്, 8 ഫോൾഡ് പാത്ത് അവിടെയാണ് ബുദ്ധൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് സെർമൺ നടത്തുന്ന സാരനാഥിൽ ആ സെർമണിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് വീൽ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 8 കാലുകൾ, ഇതിന് 8 പിടികളുണ്ട്. 1 2 3 4 5 6 7 8. ഈ 8 എന്നുള്ളത് ഇനി എന്താണെന്ന്, ഈ 8 ഫോൾഡ് പാത്ത് എന്താണെന്ന് വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഓർമ്മിച്ച് നോക്കുക. ഈ എൻലൈറ്റ്മെൻറ്റ്, അപ്പോൾ ഇവിടെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് നോക്കുക. ഒരു ലൈഫിൽ ജനിച്ചു, വീട് വിട്ടിറങ്ങി, ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് ബോധോദയം വന്നു. ആ വന്ന കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെർമൺ നടത്തി. അത് 4ാമത്തത്. ഫസ്റ്റ് സെർമണിൻ്റെ സിമ്പലാണ് വീല്. ഈ ഫസ്റ്റ് സെർമണിനെ വിളിക്കുന്ന പേരാണ് ധർമ്മചക്ര പ്രവർത്തന. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എന്ത് കിട്ടി, ചക്രം എന്ന് കിട്ടി. ചക്രം എന്ന് പറഞ്ഞാൽ വീല്, ധർമ്മചക്ര പ്രവർത്തന എന്ന് പറയുന്നത് വീല്. അപ്പോൾ അങ്ങനെ ഒരുപാട് സെർമൺസ് ബുദ്ധൻ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാനം പരിനിർവാണ, അതായത് നിർവാണ എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെൻറ്റ്, പരിനിർവാണ അഥവാ മഹാപരിനിർവാണ എന്ന് പറയുന്നതാണ് ഡെത്ത്. ബുദ്ധിസത്തിൽ ഡെത്തിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ സ്തൂപ എന്നാണ്. സ്തൂപ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഫിഗറിൽ തന്നിട്ടുള്ളത് സാഞ്ചി സ്തൂപയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് സിമ്പിൾസ്, ആദ്യത്തേതാണ് ജന്മ, ലോട്ടസ്. അടുത്തത് ജനിച്ചു, 29ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി. ആ വീട് വിട്ടിറങ്ങിയതിന് പേരുന്നതാണ് മഹാബിനിഷ്ക്രമണ. അത് സിമ്പിൾ ഹോഴ്സ്, ബുദ്ധൻ്റെ ഹോഴ്സാണ് കാന്തക്ക്. അതിൻ്റെ ചാരിയറ്റ് അഥവാ രഥം, തേര്, അതാണ് ചന്ന. അങ്ങനെ വീട് വിട്ടിറങ്ങി
നിർവ്വാണ ലഭിച്ചു അഥവാ എൻലൈറ്റ്മെൻറ്റ്. ബുദ്ധിസത്തിൽ എൻലൈറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് നിർവ്വാണ, അത് ബോധി ട്രീ. അതിനുശേഷം സോറോ അവസാനിപ്പിക്കാനുള്ള വഴി, ബുദ്ധന് ബോധോദയത്തിലേക്കൂടെ മനസ്സിലായ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സാരാനാഥിൽ വെച്ചിട്ടാണ്. അത് ഫസ്റ്റ് സെർമൺ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് ബുദ്ധിസത്തിലെ പേര് ധർമ്മചക്ര പ്രവർത്തന. ആ സിമ്പല് വീല്. ഏറ്റവും അവസാനത്തെ ഡെത്തിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് സ്തൂപ. അപ്പോൾ അടുത്തത് നോക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ബുദ്ധന് ഒരു മരത്തിൻ്റെ കീഴിലിരുന്ന് ബോധോദയം വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ബുദ്ധന് ബോധോദയത്തിലേക്കൂടെ മനസ്സിലായത്? ഈ എൻലൈറ്റ്മെൻറ്റ് നിർവ്വാണ കിട്ടിയ ബുദ്ധന് എന്താണ് ഈ ബോധോദയം വന്നത്? അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഈ 4 നോബിൾ ട്രൂത്ത്. ബുദ്ധിസത്തിലെ കോർ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ 4 നോബിൾ ട്രൂത്താണ്. അപ്പോൾ നോബിൾ ട്രൂത്ത് എത്ര എണ്ണം ഇല്ലത്? 4 നോബിൾ ട്രൂത്താണ് ബുദ്ധിസത്തിൻ്റെ കോർ ടീച്ചിങ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇവിടത്തേക്ക് നോക്കിയാൽ ലൈഫ് ഇൻവോൾവ്സ് സഫറിങ്, അതായത് ജീവിതത്തിൽ എന്തുണ്ടാവും? സങ്കടങ്ങൾ ഉണ്ടാവും, അതായത് സഫറിങ്, വിഷമങ്ങൾ ഉണ്ടാവും. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മളെ ദുഃഖം. ലൈഫ് ഇൻവോൾവ് സഫറിങ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, സഫറിങ് ഈസ് കോസ്ഡ് ബൈ ഡിസയർ എന്ന് പറയുന്ന ആഗ്രഹം. അപ്പോൾ ഈ സഫറിങ്ങിൻ്റെ കാരണം എന്താണ്? ആഗ്രഹങ്ങളാണ് സഫറിങ്ങിൻ്റെ കാരണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാവും, അപ്പോൾ ഈ സഫറിങ് ഉണ്ട് എന്ന് പറഞ്ഞു, അതിന് കാരണം ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ് മൂന്നാമത്തെ, സഫറിങ് ക്യാൻ എൻഡ്, സഫറിങ് അവസാനിപ്പിക്കാൻ പറ്റും. അതാണ് മൂന്നാമത്തെ. അപ്പോൾ നാലാമത്തെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? എങ്ങനെയാണ് ഈ സഫറിങ് എൻഡ് ചെയ്യാൻ പറ്റുന്നത്? അതിന് ബുദ്ധൻ കൊടുക്കുന്ന ഒരു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദർ ഈസ് എ പാത്ത് ടു എൻഡ് സഫറിങ്, ദ 8 ഫോൾഡ് പാത്ത്. അപ്പോൾ ഈ 4 നോബിൾ ട്രൂത്ത്, ഇതാണ് സത്യങ്ങൾ, നോബിളായിട്ടുള്ള ട്രൂത്തുകൾ. ജീവിതത്തിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് സങ്കടത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതും അതിൻ്റെ കാരണം ഡിസയറാണ്, ആഗ്രഹങ്ങളാണ്. ഇത് എൻഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള മാർഗ്ഗമാണ് 8 ഫോൾഡ് പാത്ത്. അതാണ് നാലാമത്തെ 4 നോബിൾ ട്രൂത്ത്. ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ദ ട്രൂത്ത് ഓഫ് സഫറിങ്, അതാണ് ഒന്നാമത്തെ. കോസ് ഓഫ് സഫറിങ് രണ്ടാമത്തെ. എൻഡ് ഓഫ് സഫറിങ് മൂന്നാമത്തത്. ഇതിനുള്ള പാത്ത്, ഈ സഫറിങ് എൻഡ് ചെയ്യാനുള്ള പാത്താണ് നാലാമത്തത്. അതാണ് 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഓരോ സിമ്പിൾസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുദ്ധന് ആദ്യം എന്ത് ചെയ്തു? ആദ്യം ലോട്ടസ്, പിന്നെ വീട് വിട്ട് ഇറങ്ങി, അത് കുതിര, ഹോഴ്സ്. അതിന് ശേഷം ഒരു ബോധി ട്രീയിൽ വെച്ചിട്ട് എൻലൈറ്റ്മെൻറ്റ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെയാണ് ഈ പറഞ്ഞ വീല്, 8 കാലുള്ള വീല്. അപ്പോൾ ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് സെർമൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാരാനാഥിൽ വെച്ചിട്ടാണ് ബുദ്ധൻ ആദ്യമായിട്ട് ശിഷ്യന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, സഫറിങ് എൻഡ് ചെയ്യാനുള്ള 8 ഫോൾഡ് പാത്ത്. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഈ 8 ഫോൾഡ് പാത്ത് എങ്ങനെയാണ് നമ്മളെ സഫറിങ് അവസാനിപ്പിക്കാൻ പറ്റുക? ബുദ്ധിസ്റ്റ് ഫിലോസഫിയാണ് ഈ പറയുന്നത്. അപ്പോൾ റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, ലൈവ്ലിഹുഡ്, എഫേർട്ട്, കോൺസെൻട്രേഷൻ, മൈൻഡ്ഫുൾനെസ്. ഈ 8 കാര്യങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് നോക്കുക. ഈ 8 കാര്യങ്ങളിലൂടെയാണ് സഫറിങ്സ് എൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ബുദ്ധിസ്റ്റ് ഫിലോസഫി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് വീലാണ് എന്നുള്ളതും ഇതിന് പറയുന്ന ഈ സെർമണിന് പറയുന്ന പേര് ധർമ്മചക്ര പ്രവർത്തന എന്നുള്ളതുമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി നോക്കുക. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, നല്ല ഇൻറ്റൻഷൻ, പിന്നെ പ്രവൃത്തി, ആക്ഷൻ, സംസാരം, ജീവിത രീതി, എഫേർട്ട്, കോൺസെൻട്രേഷൻ, മൈൻഡ്ഫുൾനെസ്. ഇതാണ് അഷ്ടാംഗിക മാർഗ്. ഈ 8 ഫോൾഡ് പാത്തിന് പറയുന്ന പേരാണ് അഷ്ടാംഗിക മാർഗ്. 8 ഫോൾഡ് പാത്തിനെ വിളിക്കുന്ന പേരാണ് അഷ്ടാംഗിക മാർഗ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കും, ഈ 3 ജ്വൽസ് ഓഫ് ബുദ്ധിസം എന്ന് ചോദിക്കും. 3 ജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രത്നം. അപ്പോൾ അതാണ് ഈ 3 രത്നാസ് എന്ന് പറയുന്നത്. 3 ജ്വൽസ് ഓഫ് ബുദ്ധിസം അഥവാ 3 രത്നാസ് ഓഫ് ബുദ്ധിസം ഏതാ? ഈ 3 എണ്ണം വരുന്നതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എങ്ങനെയാ വെച്ചാൽ നമുക്ക് 4 ഓപ്ഷനായില്ലത്. ഇതിലിപ്പം ഇതുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ചോദിക്കും, ഓട് വൺ ഔട്ട്. ഇതിൽ ബുദ്ധിസമായി ബന്ധമില്ലാത്തത് ഏത്? 3 രത്നാസുമായി ബന്ധമില്ലാത്ത ഏതെന്ന് ചോദിക്കും.
അപ്പോൾ ബുദ്ധിസത്തിലെ 3 ജ്വൽസ് ഏതാണ്, 3 രത്നാസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ബുദ്ധ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ്. അടുത്തത് ധമ്മ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ധർമ്മം, നമ്മളിപ്പോൾ ഈ സനാതന ധർമ്മ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ എന്താണ് ഒരു റിലീജിയൻ, ആ ബുദ്ധിസ്റ്റ് റിലീജിയനെ സൂചിപ്പിക്കുന്നതാണ് ധമ്മ. സംഘ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി, ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റികളെ പറയുന്നതാണ്. അപ്പോൾ ഈ 3 രത്ന 3 ജ്വൽസ് ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നതിൽ ആദ്യം ബുദ്ധ, പിന്നെ ധമ്മ എന്ന് പറഞ്ഞാൽ ധമ്മ, പിന്നെ സംഘ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതാണ് 3 ജ്വൽസ്. ഇതിൽ വേറെ ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ തരും, എന്നിട്ട് അത് പിക്ക് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. 3 ജ്വൽസ് ഓഫ് ബുദ്ധിസം. അപ്പോൾ ഇതുവരെ പറഞ്ഞത്, ആദ്യം പറഞ്ഞു 4 നോബിൾ ട്രൂത്ത്സ് ഉണ്ട് എന്ന് പറഞ്ഞു. 4 നോബിൾ ട്രൂത്ത്. സഫറിങ് ജീവിതത്തിൽ ഉണ്ടാവും, അതിൻ്റെ കാരണം ഡിസയർ ആണെന്ന് പറഞ്ഞു. ഇത് എൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനുള്ള പാത്ത് എന്ന് പറയുന്നത് ഈ 8 ഫോൾഡ് അഷ്ടാംഗിക മാർഗ് അഥവാ 8 ഫോൾഡ് പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 8 ഫോൾഡ് പാത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്ത്, പിന്നെ ഇപ്പോൾ പറഞ്ഞത് 3 രത്നാസ്. അപ്പോൾ ഈ നമ്പർ എവിടെയും കണ്ടിട്ടുണ്ടോ? ബുദ്ധൻ മരിച്ച വർഷമാണ് 483 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കോഡായിട്ട് യൂസ് ചെയ്യാം. ബുദ്ധൻ ജനിക്കുന്നത് 563, മരിക്കുന്നത് 483. ഈ 483 എന്ന് പറഞ്ഞിട്ട് എന്ത് ഓർമ്മിക്കുക? 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്ത്, 3 ജ്വൽസ് അഥവാ 3 രത്നാസ്. BC-യിലാണ്. അപ്പോൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റിലെ ഏറ്റവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. അതായത് ബുദ്ധൻ 483 മരിച്ചു. അപ്പോൾ അതിന് ശേഷം ഈ ബുദ്ധൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ബുദ്ധൻ്റെ ടീച്ചിങ്സ് ഒക്കെ ഒന്ന് ക്രോഡീകരിക്കാനും ഒരു ഏകീകരിക്കാനും വേണ്ടിയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റുകളൊക്കെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയത്, അതായത് ബുദ്ധിസ്റ്റ് കൗൺസിൽ രൂപപ്പെടുത്തിയത്. ഇതിലാണ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ഒക്കെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ. അപ്പം അങ്ങനെ ഈ ബുദ്ധിസ്റ്റുകളൊക്കെ ചേർന്നിട്ട് കുറേ കാലം കൂടുമ്പോൾ, ചിലപ്പോൾ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് 483-ലാണ്. ബുദ്ധൻ മരിച്ച വർഷം 483, 480 ആ ഒരു വർഷത്തിൽ. പിന്നെ നടക്കുന്നത് 100 വർഷത്തിന് ശേഷമാണ്, 383-ലാണ് അടുത്ത ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. അപ്പം അങ്ങനെ ഈ 100 വർഷത്തേക്ക് ഗ്യാപ്പിൽ ആ സമയത്തെ പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ ചേർന്ന് ഒരു രാജാവിൻ്റെ കീഴിൽ ഒരു വലിയ കൗൺസിൽ നടത്തിയത്. അതാണ് ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ 4 കാര്യം. ഒന്ന്, എവിടെ വെച്ച് നടന്നു, ഏത് വർഷം നടന്നു. പാട്രണേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാജാവായിരിക്കും ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ച് നടത്തുക. അപ്പോൾ ആ രാജാവിൻ്റെ പേര്, ഈ പാട്രണേജ്, ഈ അജാതശത്രു, കാലശോക എന്നൊക്കെ പറയുന്നത് ഓരോ രാജാക്കന്മാരുടെ പേരാണ്. അടുത്തത് പ്രസിഡൻസി, അതായത് ഈ ബുദ്ധിസത്തിൽ ജ്ഞാനമുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മോങ്ക് ഉണ്ടാവും. ആ മോങ്കിൻ്റെ പ്രസിഡൻസിയിലാണ് ഈ കൗൺസിൽ നടക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഈ 4 കൗൺസിലിലെ ഈ 4 കാര്യങ്ങൾ മൊത്തം 16 പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിസ്റ്റ് കൗൺസിൽ, ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് രാജഗൃഹയിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ബുദ്ധൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഒരു റൂളർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ ഈ ബീഹാറിൻ്റെ ഈ ഭാഗത്ത് മഗധ എന്ന് പറയുന്ന ഭാഗത്താണ് മഹാജനപദങ്ങൾ. അതടുത്ത് പഠിക്കുമ്പോൾ മഹാജനപദങ്ങൾക്ക് ശേഷം ഒരു വലിയ ഒരു ഡൈനാസ്റ്റി രൂപം കൊള്ളുന്നത് ഈ ഭാഗത്താണ്. അതിന് മഗധ എംപയർ എന്ന് പറയും. ആദ്യത്തെ മഗധ എംപയറിലെ ഡൈനാസ്റ്റിയാണ് ഹരിയങ്ക ഡൈനാസ്റ്റി. ഈ ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളറാണ് ബിംബിസാര, അഥവാ ഫൗണ്ടർ ഓഫ് ഹരിയങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നതാണ് ബിംബിസാര. ഈ ബിംബിസാരക്ക് കണ്ടംപററീസ് ആണ് ഈ ബുദ്ധനും മഹാവീരനും ഒക്കെ. ഈ ബിംബിസാരേൻ്റെ കണ്ടംപററീസ് ആണ്. അപ്പോൾ ഈ ബിംബിസാരേൻ്റെ മകനാണ് ഈ പറയുന്ന അജാതശത്രു, അതായത് മഗധയിലെ ഹരിയങ്ക ഡൈനാസ്റ്റി. അതായത് മഗധ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ഒരുപാട് ഡൈനാസ്റ്റികൾ ഭരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് ഹരിയങ്ക ഡൈനാസ്റ്റി. ഈ ഹരിയങ്ക ഡൈനാസ്റ്റിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ബിംബിസാരയാണ്, ബിംബിസാര. ബിംബിസാരേൻ്റെ കണ്ടംപററി എന്ന് പറഞ്ഞാൽ സമകാലീനർ. ബിംബിസാരക്ക് സമകാലീനരാണ് ബുദ്ധനും മഹാവീരനും ഒക്കെ. അപ്പോൾ ഈ ബിംബിസാരേൻ്റെ മകനാണ് അജാതശത്രു. ഈ അജാതശത്രുവാണ് ബുദ്ധൻ മരിച്ച ശേഷം
അല്ലെ ബുദ്ധൻ്റെ ഈ 483 ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത് അജാതശത്രുവാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. അപ്പോൾ ഈ സമയത്ത് മഗധയുടെ ക്യാപിറ്റലാണ് രാജഗൃഹ. അതുകൊണ്ടാണ് ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ ലൊക്കേഷൻ രാജഗൃഹ ആവുന്നത്. അപ്പോൾ അവിടെ പ്രസിഡൻസി നടത്തിയത് മഹാകശ്യപ. അടുത്തത് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. അപ്പോൾ ആദ്യം 483 പറഞ്ഞു. അപ്പോൾ 483 ഒരു 100 വർഷം കഴിഞ്ഞ ശേഷം, കൃത്യം ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന് 100 വർഷത്തിന് ശേഷം 383 BC. അപ്പോൾ BC ആകുമ്പോൾ എന്ത് ചെയ്യും? കൊല്ലം കുറഞ്ഞു വരും. ഇപ്പോൾ 2010 100 കൊല്ലം കഴിഞ്ഞാൽ 2110 കൂടി വരും. AD BCയിൽ നേരെ തിരിച്ചിട്ട് കുറഞ്ഞു 0ത്തിലേക്ക് എത്തും. അപ്പോൾ 100 വർഷം കഴിഞ്ഞ് 383 BCയിലാണ് അടുത്ത ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. അത് വൈശാലിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് പാട്രണേജ് എന്ന് പറയുന്ന രാജാവ് കാലശോക, പ്രസിഡൻസി സഭാകാമി. മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഈ മഗധയുടെ ക്യാപിറ്റൽ രാജഗൃഹ എന്ന് പറഞ്ഞു. അതിന് ശേഷം ക്യാപിറ്റൽ എന്തായിട്ട് മാറി? ഇന്നത്തെ ബീഹാറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പാറ്റ്നയുടെ പാറ്റ്ന നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പഴയ പേരാണ് പാടലിപുത്ര. അപ്പോൾ അതാണ് അടുത്തത് നടക്കുന്നത്, പാടലിപുത്രയിൽ. അപ്പോൾ ഏത് വർഷമാണെന്ന് നോക്കാം. 383 കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് എന്തേ ആവുള്ളൂ? 283 ആവുള്ളൂ. അപ്പോൾ 283 പകരം ഒരു റൗണ്ട് ഫിഗർ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് 283 അടുത്തുള്ള ഒരു റൗണ്ട് ഫിഗർ എന്നുള്ള അർത്ഥത്തിൽ 250 BC. അതിൻ്റെ പാട്രണേജ് ചെയ്ത് അശോക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിസ്റ്റ് റൂളർ, ഒരു കിങ്ങാണ് അശോകൻ. പ്രസിഡൻസി മൊഗലിപുത്ത ടിസ്സ. ഏറ്റവും അവസാനത്തെ അവസാനത്തെ എന്ന് പറഞ്ഞാൽ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ. SSC പ്രകാരം 4 ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഉള്ളത്. ഇപ്പോൾ വിക്കിപീഡിയയിലൊക്കെ 5 6 ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ SSC പ്രകാരം 4 ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഉള്ളത്. അതിൽ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് കാശ്മീരിലെ കുണ്ടൽബൻത്തിൽ. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പായി. 250 BCയിലാണ്, ഇത് AD ആണ്. അപ്പോൾ 250 + 72 കൊല്ലത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. 320 കൊല്ലത്തിലധികം ഗ്യാപ്പ് വന്നു അടുത്തത്. ഇതൊക്കെ ഏകദേശം 100-120 കൊല്ലത്തിൻ്റെ ഗ്യാപ്പ്. അടുത്തത് ഒരുപാട് വർഷത്തെ ഗ്യാപ്പായി. അത് നടത്തുന്നത് കനിഷ്കനാണ്. സെക്കൻഡ് അശോക എന്നറിയപ്പെടുന്നതും കനിഷ്കനെയാണ്. അവിടുത്തെ പ്രസിഡൻസി വസുമിത്ര. അപ്പോൾ ഇനി ഇത് കാണാപ്പാടം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പേട്രണേജ് AK. അതായത് ഇതിൻ്റെ ഫസ്റ്റത്തെ ടേം, ഇതെല്ലാവരും ഉള്ളൊരു സ്ഥിരം കോഡാണ്. അജാതശത്രുവിൻ്റെ A, കാലാശോക K, അശോകൻ A, കനിഷ്കൻ K. അപ്പോൾ എന്തായി? പാട്രണേജ് എന്തെന്ന് കിട്ടി? കോഡ് AK. അപ്പോൾ ഇത് അടുത്ത മഹാജനപദങ്ങളും അതിനുശേഷം മഗധിയും പഠിക്കുമ്പോൾ അജാതശത്രുവിനെ നമുക്ക് ഓർമ്മ വരും. കാരണം ആദ്യത്തെ ആളാണ് ബിംബിസാര. ബിംബിസാരൻ്റെ കണ്ടംപററി ആയിരുന്നു ബുദ്ധനും മഹാവീരനും. അപ്പോൾ ബിംബിസാരൻ്റെ മകനായിട്ടുള്ള അജാതശത്രു ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തി. അതിനുശേഷം ഇതൊരു ഫ്ലോയിൽ ഇങ്ങനെ ഈണത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കാലശോക അശോക കനിഷ്ക, കാലശോകൻ അശോകൻ കനിഷ്കൻ. അപ്പോൾ AK അജാതശത്രു, കാലശോകൻ, അശോകൻ, കനിഷ്കൻ. അപ്പോൾ ആദ്യത്തെ 4 പേരെ കിട്ടി പേട്രണേജ്. അപ്പോൾ ഇനി അടുത്ത പ്രസിഡൻസി. അപ്പോൾ ആദ്യമായിട്ടൊരു ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നതല്ലേ, അപ്പോൾ ഒരു മഹാനായിട്ടുള്ള ഒരാൾ തന്നെ വേണം. അതായത് ആദ്യമായിട്ടൊരു ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത്. അപ്പോൾ അതിന് മോങ്കായിട്ട് പ്രൊസൈഡ് ചെയ്യാൻ പ്രസിഡൻസി ആര് തന്നെ വേണം? ഒരു മഹാനായിട്ടുള്ള ആൾ വേണം. അപ്പോൾ അതാണ് മഹാകശ്യപൻ. പിന്നെ അടുത്ത രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആദ്യം മഹാനായിട്ടുള്ള ആൾ, രണ്ടാമത്തെ ഒരു സാധാരണ ആൾ മതി. അപ്പോൾ സഭാകാമി, സഭാകാമി. ആദ്യം മഹാനായിട്ടുള്ള ആൾ വേണം ഫസ്റ്റത്തെ ആയതുകൊണ്ട്. രണ്ടാമത്തത് സാധാരണ സഭാകാമി, ഒരു സാധാരണ ആൾ മതി, സഭാകാമി. പിന്നെ മൂന്നാമത്തത് മൊഗലിപുത്ത ടിസ്സ. ഞാൻ മാഗി എന്നാണ് പഠിച്ചത്, മാഗി. മൂന്നാമത്തത് മാഗി. നാലാമത്തത് വാസു. നാലാമത്തത് വസുമിത്ര വാസു. അപ്പോൾ ആദ്യത്തത് മഹാനായിട്ടുള്ളൊരു മഹാകശ്യപ. രണ്ടാമത്തത് ഒരു സാധാരണ സഭാകാമി, സാഭാകാമി. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ പിക്ക് ചെയ്യാനേ വേണ്ടൂ, കംപ്ലീറ്റ് പേര് കിട്ടണമെന്ന് വരും. മഹാകശ്യപൻ്റെ എന്ന് മാത്രം കിട്ടിയാൽ മതി. ആയിട്ടുള്ള ഒരാൾ മഹാകശ്യപ, സാധാരണ ഒരാൾ സഭാകാമി, മൂന്നാമത്തത് മാഗി, മഗലിപുത്ത ടിസ്സ, ലാസ്റ്റ് വാസുവേട്ടൻ വാസു. അപ്പോൾ അജാതശത്രു, കാലാശോകൻ അശോകൻ, കനിഷ്കൻ. മഹാനായിട്ടുള്ള ആൾ മഹാകശ്യപ, പിന്നെ ഒരു സാധാരണ സഭാകാമി, പിന്നെ മാഗി വാസു.
മഗല്യപുത്ര ടിസ്സ വസുമിത്ര. അപ്പം അതുപോലെ കൊല്ലും ആദ്യം 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്ത്, 3 രത്നാസ്. അതിലാണ് ബുദ്ധൻ മരിക്കുന്നത് 483. 100 കൊല്ലം കഴിഞ്ഞു. 583 അല്ല 383 BC. ഇതെല്ലാം BC-യിലാണ്. പിന്നെ അടുത്തത് 383 ഒരു 100 കൊല്ലം കൂടെ കുറക്കുമ്പോൾ എന്താവും 283 ആവും. പക്ഷെ 283-ലല്ല, അതിൻ്റെ അടുത്തുള്ളൊരു റൗണ്ട് ഫിഗർ എന്നുള്ള അർത്ഥത്തിൽ 250. അതാണ് മൂന്നാമത്തത്, അതും BC-യിൽ. പിന്നെ BC ഒക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം 72 AD-യിലാണ് നാലാമത്തത് നടക്കുന്നത്. അപ്പോൾ കൊല്ലം ഇങ്ങനെ പഠിക്കാം. അടുത്തത് സ്ഥലം നോക്കുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ മഗധ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ആദ്യം ക്യാപിറ്റൽ രാജഗൃഹയായിരുന്നു. അതായത് രാജഗിർ എന്നും പറയും. രാജഗിറിലാണ് ആദ്യത്തെ ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് ആദ്യം സ്വാഭാവികമായിട്ടും അജാതശത്രു നടത്തുമ്പോൾ ക്യാപിറ്റലിൽ വെച്ചിട്ട് തന്നെ നടത്തി. അതാണ് രാജഗിർ. പിന്നെ നടത്തിയത് വൈശാലിയിൽ, RVPK വൈശാലിയിൽ. പിന്നെ സ്വാഭാവികമായിട്ടും രാജഗൃഹ ക്യാപിറ്റൽ മാറി പാട്ലിപുത്രയായി. അപ്പോൾ മൂന്നാമത്തത് പാട്ലിപുത്രയിൽ, അശോകൻ പാട്ലിപുത്രയിൽ. പിന്നെ അവസാനം കാശ്മീരിൽ. അവസാനം നമ്മളെ ഇന്ത്യയിലെ ടോപ്പിലുള്ള കാശ്മീർ കുണ്ടലവനത്തിൽ വെച്ചിട്ട് അവസാനം. അപ്പോൾ ഇത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ആദ്യം രാജഗൃഹയിൽ വെച്ച് നടന്നു, പിന്നെ വൈശാലിയിൽ വെച്ച് നടന്നു, പിന്നെ ക്യാപിറ്റൽ മാറി പാടലിപുത്രിയായി, അവസാനം കാശ്മീരിൽ കുണ്ടലവനത്തിൽ വെച്ച് നടന്നു. 4 നോബിൾ ട്രൂത്ത് 483, 383, അടുത്ത 283 റൗണ്ട് ആക്കിയിട്ട് 250. പിന്നെ AD 72. പിന്നെ AK അജാതശത്രു, കാലശോക, അശോക, കനിഷ്കൻ. പിന്നെ ആദ്യം മഹാനായിട്ടുള്ള ഒരാൾ, പിന്നെ ഒരു സാധാരണ ആൾ, മഹാകശ്യപ, സഭാകാമി, മേഘി, വാസു. അപ്പം അങ്ങനെ ഈ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കനിഷ്കൻ നടത്തി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന് ശേഷം ബുദ്ധിസത്തിൻ്റെ അകത്ത് തന്നെ 2 സെക്റ്റായിട്ട് ഇവർ പിരിഞ്ഞു. ഒന്ന് മഹായാനിയും ഒന്ന് ഹീനയാനിയും. അതായത് ഇപ്പോൾ രണ്ടും വേറെ വേറെയല്ല, ബുദ്ധിസത്തിൻ്റെ അകത്ത് തന്നെ 2 സെക്റ്റായിട്ട് സ്പ്ലിറ്റായി. നമ്മൾ കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും എല്ലാം ആവുന്ന പോലെ ബുദ്ധിസ്റ്റുകൾ 2ആയി. ഒന്ന് ഇതും ഒന്ന് ഹീനയാനിയും മഹായാനിയും. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം നോക്കാം. അപ്പോൾ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ AK കനിഷ്കൻ നടത്തിയ ബുദ്ധിസ്റ്റ് കൗൺസിലിന് കാശ്മീർ കുണ്ടലവനം, വസുമിത്ര പ്രസിഡൻസി 2ആയിട്ട് സ്പ്ലിറ്റായി. അതാണ് ഈ ഹീനയാനിയും മഹായാനിയും. ഇവിടെ കാണിക്കുന്ന വജ്രയാനിയൊക്കെ അതിന് ശേഷം വരുന്നതാണ്. തേരാവാദ ബുദ്ധിസം അതും പിന്നെ വരുന്നതാണ്. അപ്പോൾ ആദ്യം ഇത് രണ്ടും നോക്കാം, എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹീനയാന അവർ പറയുന്നത് ഐഡിൽ വർഷിപ്പ്, അതായത് നമ്മളെ ബുദ്ധൻ്റെയൊക്കെ പ്രതിമ വെച്ചിട്ടുള്ള പ്രതിമ ആരാധന, ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഐഡിൽ വർഷിപ്പ്. ഇവിടെയൊക്കെയാണ് അവർ തമ്മിൽ വ്യത്യാസം വരുന്നത്. മഹായാനയാണെങ്കിലോ ഡിഡും ഐഡിൽ വർഷിപ്പിൽ വിശ്വസിക്കുന്നുണ്ട്, ഇവർ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ പാലി ഭാഷയിലാണ്. ഈ പാലി എന്ന് പറയുന്നത് ആ സമയത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. അപ്പോൾ എളുപ്പത്തിൽ സാധാരണക്കാർക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ ഏത് ഭാഷയിലാണ്? പാലി ഭാഷയിലാണ് എഴുതുന്നത്. അപ്പോൾ ആ കാലത്ത് സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന രീതിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കോമൺ മാനിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാലി ഭാഷയിലാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഹീനയാനക്കാർ ഉപയോഗിക്കുന്നത് പാലി ഭാഷ, മഹായാനക്കാർ സംസ്കൃത ഭാഷ. അതുപോലെ തന്നെ ബുദ്ധൻ്റെ റീബർത്തിലൊക്കെ മഹായാനക്കാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അശോകൻ്റെയൊക്കെ കാലത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ ബുദ്ധിസം വളർന്നു, ഒരുപാട് ഭാഗത്തേക്ക് വളർന്നു. അപ്പോൾ ഓരോ ഭാഗത്തും വേറെ വേറെ തരത്തിലുള്ള ബുദ്ധിസമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നുള്ള ഭാഗത്തുള്ള ബുദ്ധിസം ഈ മഹായാന ബുദ്ധിസം, ഐഡിൽ വർഷിപ്പിൽ വിശ്വസിക്കുന്ന, റീബർത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ചൈന, ജപ്പാൻ, അവരുടെ രീതികൾ. നേരെ മറിച്ച് നമ്മളെ ഇന്ത്യയുടെ ഈ ഭാഗത്തുള്ള ശ്രീലങ്ക, തായ്ലൻഡ്, കംബോഡിയ അവിടെയുള്ളവർ ഹീനയാന ബുദ്ധിസം. അപ്പം ഞാൻ ഓർമ്മിക്കുന്നത് ഈ ആൾക്കാരാണെന്ന് സ്വയം ധരിക്കുന്ന ആൾക്കാർ ഇപ്പം ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. ഇപ്പം ഇവരാണെങ്കിൽ ഐഡിൽ വർഷിപ്പിലൊന്നും വിശ്വസിക്കുന്നില്ല. ബുദ്ധിസം അങ്ങനെയല്ലേ, ഫിലോസഫിക്കലായിട്ടുള്ളൊരു റിലീജിയൻ അല്ലേ.
അപ്പോൾ പണ്ടത്തെ പാലി ഭാഷയെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവരാണെങ്കിൽ പിന്നെ ഐഡൽ വർഷിപ്പിൽ വിശ്വസിക്കുന്നു, സംസ്കൃത ഭാഷ സ്വീകരിക്കുന്നു, റീബർത്തിൽ വിശ്വസിക്കുന്നു. അപ്പം ഇത് ഒറിജിനലി മണ്ടത്തരാണ്. പക്ഷെ മഹാനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാരില്ല ഇങ്ങനെയെല്ലാം ചെയ്യുക. ഐഡൽ വർഷിപ്പ് ചെയ്യും, സംസ്കൃത ഭാഷ എടുക്കും പാലിക്ക് പകരം. അപ്പോൾ ഇതിങ്ങനെ ഓർമ്മിക്കുക, മഹായാനം സ്വയം മഹാനാന്ന് പറയുന്നവർ ഐഡൽ വർഷിപ്പിലെല്ലാം വിശ്വസിക്കും, സംസ്കൃത ഭാഷ എടുക്കും. നേരെ മറിച്ച് ഹീനയാനയാണെങ്കിലോ ഐഡൽ വർഷിപ്പിൽ വിശ്വസിക്കുന്നില്ല, പാലി ഭാഷ തന്നെ തുടരുന്നു. അതുപോലെ മറ്റ് സെക്റ്റാണ് വജ്രായാന, താന്ത്രിക് ബുദ്ധിസം. ഈസ്റ്റേണിൽ താന്ത്രിക് ബുദ്ധിസമാണ് വജ്രായാന. മറ്റൊന്ന് തേരവാദ ബുദ്ധിസം. അപ്പോൾ ഈ മഹായാന ബുദ്ധിസത്തിൽ പെടുന്ന ഒരു വിഭാഗമാണ് ഈ ബോധിസത്വാസ് എന്ന് പറയുന്നത്. ഈ ബോധിസത്വ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നിർവാണ, അതായത് നിർവാണ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഫൈനൽ ഗോള് എന്ന് പറയുന്നത്, ഒരു അൾട്ടിമേറ്റ് ഗോള്. ഒരു ബുദ്ധിസ്റ്റിനെ സംബന്ധിച്ച് ഒരു അൾട്ടിമേറ്റ് ഗോള് എന്ന് പറയുന്നത് ഈ അൾട്ടിമേറ്റ് ഗോള് ഈ ഫൈനൽ നിർവാണ അറ്റൈൻ ചെയ്യലാണ്. നിർവാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻലൈറ്റ്മെൻറ്റിന് പറയുന്നത്, അതായത് ഫൈനൽ എൻലൈറ്റ്മെൻ്റ് ആണ് ഈ നിർവാണ. അപ്പോൾ ഈ നിർവാണയിൽ എത്താനുള്ള ആളുകൾ, അപ്പോൾ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ എന്താണ് അൾട്ടിമേറ്റ്ലിയും ഈ നിർവാണ അറ്റൈൻ ചെയ്യലാണ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ നിർവാണ അറ്റൈൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും അത് മാറ്റിവെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ ബാക്കിയുള്ളവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ബോധിസത്വാസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഗെയ്വ് അപ്പ് നിർവാണ ടു ടീച്ച് ബുദ്ധിസം. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരാണ് ഈ ബോധിസത്വാസ്. ബോധിസത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർവാണ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം അവർ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിർവാണ അറ്റൈൻ ചെയ്യാതിരിക്കുക. അതിന് കുറച്ച് ആളുകൾ എക്സാമ്പിളാണ് വജ്രപാണി, അവലോകിതേശ്വര, അമിതാഭ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലി ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പ്രധാനമായിട്ടും പാലിയിൽ, പിന്നെ അതുപോലെ സംസ്കൃത ഭാഷയിലും. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലെ ആണ് ഈ ത്രിപീഠക എന്നറിയപ്പെടുന്നത്. അതിനകത്ത് അടുത്ത് നോക്കാം. അതാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ. അപ്പോൾ ഈ ത്രിപീഠക എന്ന് പറയുന്നത് 3 ബക്കറ്റ് എന്നാണ്. 3 ബക്കറ്റ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, 3 ബക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എഴുതുക ഈ എഴുത്തോലയിലും മറ്റേതൊക്കെ എല്ലാം എഴുതുക. പണ്ട് പുസ്തകമെല്ലാം ഷെൽഫിൽ വെക്കും. ഇത് അതേപോലെ ഈ സാധനങ്ങളിൽ എന്ത് ചെയ്യും, ഈ ടേബിളിൻ്റെ അകത്തിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അപ്പോൾ 3 ത്രിപീഠക എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, 3 ബക്കറ്റ്. അപ്പോൾ ഓരോന്നും എന്തെല്ലാം നോക്കാം, ഓരോ ബക്കറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം. അപ്പോൾ ആദ്യത്താണ് സുത്തപീഠക, അത് ഇവിടെ കൊടുത്ത സുത്തപീഠക. രണ്ടാമത്തത് വിനയപീഠക. മൂന്നാമത്തത് അഭിധമ്മ പീഠക. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സുത്തപീഠകാൽ ഉൾക്കൊള്ളുന്നത് ബുദ്ധാസ് ടീച്ചിങ്സ്, അതായത് ബുദ്ധൻ എൻലൈറ്റ്മെൻറ്റിന് ശേഷം ശിഷ്യന്മാർക്ക് സെർമൺ നടത്തുന്നുണ്ട്. ആദ്യത്തെ സെർമൺ സാരനാഥിൽ വെച്ചിട്ട് പിന്നെ ഒരുപാട് സെർമൺ നടത്തുന്നു. ആ സെർമൺസിൻ്റെ ബുദ്ധയുടെ ടീച്ചിങ്സ് ഉൾക്കൊള്ളുന്നതാണ് ഈ ആദ്യത്തെ ബക്കറ്റ്, അതാണ് സുത്തപീഠക. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയപീഠക, അതായത് ബുദ്ധിസ്റ്റുകളുടെ മൊണാസ്റ്റിക് റൂൾസ്. ഒരു ബുദ്ധിസ്റ്റ് അവർ പരസ്പരവും അതുപോലെ അവരെ കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെ ഇടപഴകണം, അതിൻ്റെ റൂൾസ്. മൊണാസ്റ്റിക് സംഘാസ്, ബുദ്ധിസ്റ്റ് സംഘാസിലുള്ള റൂൾസിനാണ് വിനയപീഠക എന്ന് പറയുന്നത്. അടുത്തതാണ് അഭിധമ്മ പീഠക. അത് ഈ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിൻ്റെ സുത്തപീഠകയുടെ ഇൻ്റർപ്രിട്ടേഷനാണ് അഭിധമ്മ പീഠക. അതായത് ത്രിപീഠക, ബുദ്ധിസത്തിലെ ത്രിപീഠക എന്ന് പറയുന്നത് 3 ബക്കറ്റ്സ് എന്നുള്ളത് സുത്തപീഠക, വിനയപീഠക, അഭിധമ്മ പീഠക. സുത്തപീഠക എന്ന് പറയുന്നത് ഓർമ്മിച്ച് വെക്കാൻ, സുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത് എന്ന് ഓർമ്മ വരൂലേ. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ കാതലായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു സത്ത് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ കാതലായിട്ടുള്ള കോറായിട്ടുള്ള ഒരു കാര്യം, അതല്ലേ സത്ത് എന്ന് പറയുക, അതിൻ്റെ കാതൽ. അപ്പോൾ സത്ത് എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ എന്താണ്, ബുദ്ധയുടെ ടീച്ചിങ്സ് ആണ് അതിൻ്റെ സത്ത്. അതാണ് സത്തപീഠക, ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ്. വിനയപീഠക എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ട ഒരു വാക്ക്, കീവേഡ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വിനയം, ഏറ്റവും വിനയമുള്ള, പൊതുവേ ഈ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ ഭയങ്കര വിനയമുള്ളവരായിരിക്കും.
അപ്പോൾ അത് അവരെ പഠിപ്പിക്കുക ഇങ്ങനെ, നിങ്ങളിങ്ങനെ മൊണാസ്റ്റിക്കലി വിനയമുള്ളവരായിരിക്കണം, നിങ്ങൾ വിനയകുലീനന്മാരായിരിക്കണം എന്നുള്ളത് മൊണാസ്റ്റിക് റൂൾസാണ്. അവർ പരസ്പരം ഇടപഴകുമ്പോഴും ബുദ്ധിസ്റ്റ് സംഘാസ് അവരെ കമ്മ്യൂണിറ്റിയിൽ ഇടപഴകുമ്പോൾ നിങ്ങൾ വിനയമുള്ളവരായിരിക്കണം എന്ന് അവരോട് പറയുക. അപ്പം അത് പറയുന്നതാണ് വിനയപീഠിക, അതായത് മൊണാസ്റ്റിക് റൂൾസ്, അതാണ് വിനയപീഠിക. അടുത്തത് അഭിധമ്മ പീഠിക, അത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സുത്ത. ഇതിങ്ങനെ ചോദിക്കും, മൊണാസ്റ്റിക് റൂൾസിൻ്റെ എന്താണ് പേര്, ആ ടെക്സ്റ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് എന്താണ്, വിനയപീഠിക. സുത്ത പീഠക, വിനയപീഠക, അഭിധമ്മ പീഠക. ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും ചെറുതും രണ്ടും വിനയപീഠകയാണ്. ഓൾഡസ്റ്റും ചെറുതും സ്മോളസ്റ്റ്, അത് രണ്ടും വിനയപീഠകയാണ്. ഇതിൽ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് പീഠകയും അതുപോലെ തന്നെ ഏറ്റവും ചെറുത് സ്മോളസ്റ്റ് പീഠകയും വിനയപീഠകയാണ്. വിനയം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത്, അവിടെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവില്ലേ, കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, അതുപോലെ എന്തുണ്ടാവും, ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക്കിലും കുറച്ച് റൂൾസ് ഉണ്ടാവും. അവർ തമ്മിലുള്ള കമ്മ്യൂണിറ്റി ഇടപെടലുകളിൽ റൂൾസ് ഉണ്ടാവും. അതാണ് വിനയം, നല്ല വിനയം വേണം, വിനയ പീഠിക. ഒരു സത്ത്, ഒരു ബുദ്ധിസത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആണ്. അതാണ് സുത്ത പീഠിക. സുത്ത പീഠിക എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ്, വിനയ പീഠിക മൊണാസ്റ്റിക് റൂൾസ്, അഭിധമ്മ പീഠിക എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സുത്ത പീഠിക. അടുത്ത ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലി ഭാഷയിലും സംസ്കൃത ഭാഷയിലും, ഈ രണ്ട് ഭാഷയാണ് പ്രധാനമായിട്ടും ബുദ്ധിസത്തിൽ ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്, ഇനി ഒരുപാട് ബുക്കുകളുണ്ട്. ആദ്യം പാലി ഭാഷയിലുള്ള ഒരു ടെക്സ്റ്റാണ് മിലിന്ദ് പൻഹോ. ഈ മിലിന്ദ് പൻഹോ എന്ന് പറയുമ്പോൾ ഒരു മിലിന്ദ് എന്ന് പറഞ്ഞൊരു വാക്ക് കിട്ടി. അപ്പോൾ അത് മിലിന്ദ് എന്ന് പറയുന്നത് ഒരു ഇന്തോ ഗ്രീക്ക് രാജാവാണ്. അപ്പോൾ ഈ മിലിന്ദ് അഥവാ മിയാന്താർ എന്ന് പറയും, മിലിന്ദിന് അഥവാ മിയാന്താർ. ഈ മിയാന്താർ വണ്ണ് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇയാൾ ആരോട് ചോദിക്കുന്നു, നാഗസേന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക്, അതൊരു ബുദ്ധ സന്യാസിയായിട്ടുണ്ട് നാഗസേന. ഇയാളോട് ഈ മിയാന്താർ എന്ന് പറയുന്ന ഇന്തോ ഗ്രീക്ക് രാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ സംസാരവും ബന്ധപ്പെട്ടുള്ള പുസ്തകമാണ് മിലിന്ദ് പൻഹോ. അപ്പോൾ ഇയാൾ പിന്നീട് എന്ത് ചെയ്തു, ബുദ്ധിസം സ്വീകരിച്ചു. അപ്പോൾ ഈ മിയാന്താർ അഥവാ മിലിന്ദ്, ഇന്തോ ഗ്രീക്ക് രാജാവ്, ഡയലോഗ് ബിറ്റ്വീൻ മിലിന്ദ ആൻഡ് നാഗസേന. നാഗസേന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക, ഇതാണ് മിലിന്ദ് പൻഹോ. ഇത് പാലി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്തത് ബുദ്ധൻ്റെ ഒരു ബയോഗ്രഫി, ബുദ്ധചരിത എഴുതിയത് അശ്വാഘോഷ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ്, ഒരുപാട് പ്രീവിയസ് ഇയർ ചോദിക്കുന്നതാണ്. ബുദ്ധചരിത അശ്വാഘോഷ്. അടുത്തത് സംസ്കൃത ഭാഷയിലെ അടുത്ത അതാണ്. ഇപ്പോൾ ഈ ത്രിപീഠക ഏതാണ് പാലി ഭാഷയിൽ. അടുത്ത ജാതക ടെയിൽസ്. ജാതക ടെയിൽസ് എന്ന് പറയുന്നത് ഈ ബുദ്ധൻ്റെ തന്നെ, ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, മഹായാനക്കാരുടെ റീബർത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബുദ്ധൻ്റെ പ്രീവിയസ് ബർത്ത് ബോത്ത് ഹ്യൂമൻ ആൻഡ് ആനിമൽ ഫോംസ്, അതായത് എങ്ങനെ പറയും, നമ്മൾ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് നരിയായിട്ടും പുലിയായിട്ടും ഒക്കെ ജനിക്കൂലേ. അതായത് ഇപ്പോൾ നമ്മൾ മറ്റേ നാനീൻ്റെ ഒരു സിനിമയില്ലേ ഈച്ച, അപ്പോൾ ഈച്ചയിൽ നാനി എന്തായിട്ടാണ് ജനിക്കുന്നത്, ഈച്ചയായിട്ടാണ് രണ്ടാമത് ജനിക്കുന്നത്. അതുപോലെ ഈ ബുദ്ധൻ പ്രീവിയസ് ബർത്തിനെ പറ്റിയിട്ട് ആനിമൽ ഫോം ഹ്യൂമൻ ഫോമിലൊക്കെയുള്ള ബന്ധപ്പെട്ട കഥകൾ. അപ്പോൾ കീവേഡ് ക്വസ്റ്റ്യനിൽ ഇതാണ് കീവേഡ്, പ്രീവിയസ് ബർത്ത് ഓഫ് ബുദ്ധ. ഇത് ബന്ധപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് കീവേഡ് ക്ലിക്ക് ചെയ്യേണ്ടത്, പ്രീവിയസ് ബർത്ത്. ബുദ്ധൻ്റെ പ്രീവിയസ് ബർത്തുമായിട്ടുള്ള പുസ്തകം ജാതക കഥകൾ അഥവാ ജാതക ടെയിൽസ്. പാലി ഭാഷയിൽ മിലിന്ദ് പൻഹോ, ഇന്തോ ഗ്രീക്ക് രാജാവായ മിയാന്താറും നാഗസേനയും തമ്മിലുള്ളത് ബുദ്ധചരിതം, ബുദ്ധൻ്റെ ബയോഗ്രഫി എഴുതിയത് അശ്വഘോഷ്. ബുദ്ധൻ്റെ പ്രീവിയസ് ബർത്ത് ജാതക ടെയിൽസ്. ത്രിപീഠക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 ബക്കറ്റ്, സുത്ത, വിനയ, അഭിധർമ്മ. അടുത്തത് ഈ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ടേംസ്, 2 ടേമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ചൈത്യയും വിഹാരിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ടേം കൺഫ്യൂഷൻ ആവുന്നതാണ് പരസ്പരം. ചൈത്യ എന്താണ്, വിഹാരി എന്താണ്. അപ്പോൾ ആദ്യം നോക്കാം ചൈത്യ, പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനക്കും മറ്റും ഉപയോഗിക്കുന്നത്. വിഹാര എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് എങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് നോക്കാം. അപ്പോൾ ചൈത്യ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടും, ചൈതന്യം എന്നുള്ളൊരു വാക്ക് കിട്ടും. ചൈത്യ എന്ന് പറയുമ്പോൾ ചൈതന്യം. അപ്പോൾ ഈ ചൈതന്യം എവിടെയാണ് ഉണ്ടാവുക, നമ്മൾ അമ്പലങ്ങൾ,
നമ്മൾ പ്രധാനമായ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ചൈതന്യം ഉണ്ടാവുക. നമ്മൾ ചൈതന്യമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരും അമ്പലം, പുരാതനമായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ചൈതന്യമുള്ള സ്ഥലമാണ് ചൈത്യ. കീവേഡായിട്ട് ചൈതന്യം ഓർക്കുക. ചൈത്യ എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് വർഷിപ്പ്. അടുത്ത് വിഹാര. വിഹാര എന്ന് പറയുമ്പം സ്വൈര്യ വിഹാരം. നമ്മൾ സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന ഒരു സ്ഥലം നമ്മളെ വീടാണ്. നമ്മളെ സ്വൈര്യ വിഹാരത്തിനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ വീടാണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. അതാണ് പ്ലേസ് ഓഫ് റെസിഡൻസ്. അടുത്തത് ധമ്മ. അപ്പം ഇത് പറഞ്ഞു, വിഹാര എന്ന് പറഞ്ഞത് പ്ലേസ് ഓഫ് റെസിഡൻസ്. ധമ്മ എന്ന് പറയുന്നത് നമ്മളെ ധർമ്മ. ഇപ്പോൾ ഈ സനാതന ധർമ്മ എന്നൊക്കെ പറയുന്നില്ലേ, അതായത് റിലീജിയൻ എന്നുള്ള അർത്ഥത്തിൽ. ധമ്മ എന്ന് പറയുന്നത് നമ്മളെ ധർമ്മ എന്നല്ലേ മലയാളത്തിൽ അതേ അർത്ഥം. സ്തൂപ എന്ന് പറയുന്നത് ഈ ഡെത്തുമായിട്ടുള്ള ഒരു സിമ്പിളാണ് സ്തൂപ. സ്തൂപേനെ പറ്റി ഡീറ്റെയിൽ നോക്കാം. ബുദ്ധിസത്തിൽ ഡെത്ത്, അതായത് അതിൻ്റെ റിമെയിൻസ് ഒക്കെ വരുന്നതാണ് ഈ സ്തൂപ. അപ്പോൾ സ്തൂപയിൽ വരുന്ന പ്രധാനപ്പെട്ട ഈ കാണിക്കുന്നതാണ് സ്തൂപ. ഇത് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപയാണ്. ആദ്യം ഇതാണ് സാഞ്ചിയിലെ സ്തൂപ. ഇതാണ് ഏറ്റവും പഴയ സ്തൂപ. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് അശോകൻ പണി കഴിപ്പിച്ച ഏറ്റവും പഴയ സ്തൂപയിലൊന്നാണ് സാഞ്ചി സ്തൂപ. ഇപ്പം നമ്മൾ സാധാരണ ഈ മരിച്ചിട്ട് മരണത്തിന് ഭാഗമായിട്ട് ആ സ്ഥലത്ത് എന്തുണ്ടാവും, ഈ ചില ആളുകൾ ഇങ്ങനെ ഈ ഈ ആകൃതിയിൽ ആസാമിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം ഇതുപോലെ പല രീതിയിലുള്ള ഷേപ്പിൽ ഈ ഡോംസ് ഉണ്ടാകും. അതുപോലെ ബുദ്ധിസത്തിലെ ഡെത്തിനെ അതിൻ്റെ റിമെയിൻസ് യൂസ് ചെയ്യുന്നതാണ് സ്തൂപാസ്. അപ്പോൾ ഇവിടെ ആദ്യം സാഞ്ചി സ്തൂപനെ പറ്റി നോക്കാം. ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിലിപ്പോൾ ഓരോ സാധനങ്ങളുടെയും പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ബുദ്ധിസ്റ്റ് സ്തൂപേൻ്റെ ഔട്ട്ലൈൻ. അപ്പോൾ ഇതിൽ ആദ്യം നോക്കേണ്ടത് ഇതാണ് ഏറ്റവും ആദ്യം. അതായത് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഒരു ഗേറ്റ്, ഒരു എൻട്രി ഗേറ്റ് എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് ഈ ഇങ്ങനെയുള്ള ഈ ഷേപ്പിലുള്ളത്. ഇതെന്തുണ്ട്, 4 ഭാഗത്തും ഇങ്ങനത്തെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് 4 ഭാഗത്തും ഇത്തരത്തിലുള്ള എൻട്രി ഗേറ്റ് ഉണ്ട്. അതായത് 1 2 3 4 ഇങ്ങനെ 4 ഭാഗത്തും. ഇതിന് വിളിക്കുന്ന പേരാണ് ത്വരാന. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ എൻട്രി ഗേറ്റിന് വിളിക്കുന്ന പേരാണ് ത്വരാന. അടുത്തതാണ് ഈ എൻട്രി ഗേറ്റിൽ നിന്ന് ഉള്ള ഈ റെയിലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മതിൽ പോലെ കെട്ടുന്ന ഈ റെയിലിങ്സ്, അതാണ് വേദിക. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ റെയിലിങ്സ്, പുറത്തുള്ള ഈ റെയിലിങ്സിന് വിളിക്കുന്ന പേരാണ് വേദിക. അടുത്തതാണ് ഈ പാസേജ്. നമുക്ക് ഈ നടക്കാനുള്ള ഈ പ്രദക്ഷിണത്തിനുള്ള പാസേജിന് വിളിക്കുന്ന പേരാണ് മേദി. അതാണ് അടുത്തത് മേദി. ഈ സ്റ്റെപ്പിനൊരു പേരുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ടത് ഈ എൻട്രി ഗേറ്റ്, ഈ പുറത്തുള്ള റെയിലിങ്സ്, പിന്നെ ഈ നടക്കാനുള്ള മേദി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈ ഹെമിസ്ഫെറിക്കൽ ആകൃതിയിലുള്ള ഒരു മുട്ടയുടെ രൂപത്തിലുള്ള എഗ്ഗിൻ്റെ ഷേപ്പിലുള്ള, എഗ്ഗിന് തമിഴിൽ എന്താ പറയുക, അണ്ട. അപ്പോൾ അടുത്ത ഹിന്ദിയിൽ അണ്ട, അതാണ് അണ്ട, ഈ ഹെമിസ്ഫെറിക്കൽ ഷേപ്പ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എത്രയായി, ഒരു ഗേറ്റ്, അതിൻ്റെ റെയിലിങ്സ്, നടക്കാനുള്ള പാസേജ്, പിന്നെ ഒരു വലിയ അണ്ട. അതിൻ്റെ മേലെ ഈ നാല് വശമുള്ള ഇവിടെ ഒരു റെയിലിംഗ് ഉണ്ട്. അതായത് ഈ അണ്ടയുടെ മേലെയുള്ള ഈ 4 വശമുള്ള സ്ക്വയറോ ഈ രൂപത്തിലുള്ള ഇതിന് വിളിക്കുന്ന പേര്, ഈ റെയിലിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹർമിക. അതായത് വേലി, ഈ വേലി പോലത്തെ ഇങ്ങനത്തെ ഈ സംഭവമാണ് ഹർമിക, ഇങ്ങനെ കെട്ടിയത്. ഇതും ഈ 4 പുറത്തേക്കുള്ളതാണ് ഹർമിക. അതിൻ്റെ മേലെ പിന്നെ 2 കാര്യങ്ങൾ കാണാം. ഒന്ന് ഈ സർക്കുലാർ ഡിസ്ക്, ഇങ്ങനെ ഒരു 3 സർക്കുലാർ ഡിസ്ക് കാണാം. അതുപോലെ അതിൻ്റെ നടുക്കേ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഷാഫ്റ്റും കാണാം. അപ്പോൾ ഇതിന് രണ്ടിനുള്ള പേര്, ഈ സർക്കുലാർ ഡിസ്കിനെ വിളിക്കുന്ന പേരാണ് ഛാത്രി. അതുപോലെ ഈ ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് യേഷ്ടി. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സർക്കുലാർ ഡിസ്കിൻ്റെ കൂടെയുള്ള ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് യാഷ്ടി അഥവാ ഷാഫ്റ്റ്, യാഷ്ടി. ഒന്നും കൂടെ നോക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്തൂപയിൽ എന്തൊക്കെയാണ്? ആദ്യം 4 ഭാഗത്തും ഈ കാണുന്നത് പോലെയുള്ള ഈ ഗേറ്റ്,
ഈ എൻട്രി ഗേറ്റ് ഇതിന് വിളിക്കുന്ന പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ത്വരാന. അപ്പോൾ ഇതെങ്ങനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു സ്കൂളിലൊക്കെ പരിപാടി നടത്തുമ്പോൾ എന്ത് ചെയ്യും, ഗേറ്റിൽ തോരണങ്ങൾ ഇങ്ങനെ കെട്ടും. കുറേ കളർഫുള്ളായിട്ടുള്ള തോരണങ്ങൾ ഇങ്ങനെ ഗേറ്റിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഗേറ്റിൽ നിന്ന് ഇങ്ങനെ കെട്ടും. ഇപ്പോൾ തിയേറ്ററിൻ്റെ ഒക്കെ അകത്ത് കാണും. തിയേറ്ററിൻ്റെ ഗേറ്റാണ് ഇതെങ്കിൽ അകത്തേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ തോരണങ്ങൾ കെട്ടിയിട്ടുണ്ടാവും. ഈ തോരണങ്ങൾ കെട്ടുന്നത് എവിടെയാണ്, ഗേറ്റിൽ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് സ്തൂപ ത്വരാന എന്നാണ് പേര്. നമുക്ക് തോരണങ്ങൾ എന്ന് ഓർമ്മിക്കുക. ഗേറ്റ് ത്വരാന അഥവാ തോരണം. അത് കഴിഞ്ഞിട്ടുള്ള ഈ പുറത്തുള്ള റെയിലിങ്സ്, ഈ റെയിലിങ്സിന് വിളിക്കുന്ന പേരാണ് വേദിക. അത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ത്വരാന, അടുത്തത് ഈ വേദിക. ഔട്ടർ റെയിലിംഗ്, ഈ കാണുന്ന ഈ റെയിലിങ്സ് ചുറ്റുമുള്ള ഈ റെയിലിങ്സിന് വിളിക്കുന്ന പേരാണ് വേദിക. അപ്പോൾ ഞാൻ ഓർമ്മിക്കൽ ഈ ഓരോ പോസ്റ്റിൻ്റെ അകത്ത് സിനിമാ നടി വേദികേനെ ഇങ്ങനെ നിർത്തിയതായിട്ട് ഒരു 100 വേദികേനെ നിർത്തുന്നതായിട്ട് ഓർമ്മിക്കുക. അപ്പോൾ അതാണ് വേദിക, ഔട്ടർ റെയിലിംഗ്, മെലിഞ്ഞിട്ടല്ലേ. അടുത്തത് മേദി. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മേദി. ഈ പാസേജിന് വിളിക്കുന്ന പേരാണ് മേദി. അപ്പോൾ ഇങ്ങനെ പറയില്ല, ഒന്നിക്കിൽ ആശാൻ്റെ നെഞ്ചത്ത്, അല്ലെ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടേ നീ ഇതിലേ പോകലൂ. അപ്പോൾ ഈ മേത്ത് ചവിട്ടി നടന്നു പോകണം. മേത്ത് നടന്ന് ചവിട്ടി പോകണം എന്നുള്ളത് മേദി. എങ്ങനെയെങ്കിലും ഓർമ്മിക്കുക, മേദി എന്നുള്ളത് ഒരു പാസേജാണ് മേദി. അപ്പോൾ 3 എണ്ണമായി. അടുത്തതാണ് ഈ ഹെമിസ്ഫെറിക്കൽ ഷേപ്പ്. അത് എളുപ്പമാണ്. അണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, മുട്ട, അണ്ട എന്നൊക്കെ പറയുന്നത് ഹെമിസ്ഫെറിക്കൽ ഡോം. ഈ ഹെമിസ്ഫെറിക്കൽ ഡോമാണ് അണ്ട. അതിൻ്റെ മേലെ ഉള്ള ഈ 4 ഭാഗമുള്ള ഈ സ്ക്വയറിൻ്റെ ഷേപ്പിലുള്ള മേലെയുള്ള ഈ റെയിലിംഗ് അതാണ് ഹർമിക. ഹർമികക്ക് കൊടുത്ത് ക്വാഡ്രാങ്കുലർ റെയിലിംഗ് ഈ മേലെ, അണ്ടേൻ്റെ മേലെ. പിന്നെ 3 സർക്കുലർ ഡിസ്ക്, ഇങ്ങനെ 3 സർക്കുലർ ഡിസ്ക്. അപ്പോൾ ഇത് എന്താണ്, ചപ്പാത്തീൻ്റെ ഷേപ്പിലല്ലേ ഉള്ളത്. ഈ ചപ്പാത്തീൻ്റെ ഷേപ്പിലുള്ള ഈ സർക്കുലർ ഡിസ്കിന് പേരാണ്, ചപ്പാത്തീൻ്റെ ഷേപ്പിലുള്ളത് ചാത്ര. അതായത് സർക്കുലർ ഡിസ്കിനെ വിളിക്കുന്ന പേരാണ് ചാത്ര. അപ്പോൾ ചപ്പാത്തി എന്ന് ഓർമ്മിച്ചാൽ ചാത്ര കിട്ടും. ചാത്ര എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഈ ഷാഫ്റ്റ്, നടുക്കേ കൂടെ നമ്മൾ വണ്ടീൻ്റെ ടയറിലേക്ക് കൂടി ഇതുപോലെ തന്നെ ഒരു ഷാഫ്റ്റ്. ആ ഷാഫ്റ്റാണ് എഷ്ടി. ഈ എഷ്ടി എന്ന് എഴുതുമ്പോൾ തന്നെ എന്തുണ്ട്, അതിൻ്റെ അകത്തൊരു ഷാഫ്റ്റ് എന്നുണ്ട്. എഷ്ടി എന്ന് എഴുതുമ്പോൾ തന്നെ, എഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ഷാഫ്റ്റ് ഉണ്ട്. എഷ്ടിയിൽ ഷാഫ്റ്റ്. അപ്പോൾ ഇതാണ് സ്തൂപിയായി ബന്ധപ്പെട്ട ബേസിക് ടെർമിനോളജി. അപ്പോൾ ഇതാണ് സ്തൂപ എന്ന് പറയുന്നത്. ഒന്നും കൂടെ നോക്കണമെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇത് ത്വരാന, തോരണം കെട്ടുന്ന ഗേറ്റിൽ. രണ്ടാമത്തത് വേദിക, എക്സ്റ്റേണൽ റെയിലിങ്സ് അഥവാ എൻക്ലോഷർ വാള്, ഇതിന് വിളിക്കുന്ന പേരാണ് വേദിക. ഇതിലേക്കൂടെ നടന്നു പോകാനുള്ള പാസേജാണ് മേദി എന്ന് പറയുന്നത്. ഈ ഹെമിസ്ഫെറിക്കൽ ഡോമാണ് അണ്ട. അതുപോലെ ഈ മേലെയുള്ള ക്വാഡ്രാങ്കുലർ റെയിലിംഗ് ആണ് ഹർമിക. ഈ സർക്കുലർ ഡിസ്ക്കാണ് ചാത്ര. ഇതിൻ്റെ മേലെയുള്ള ഈ ഷാഫ്റ്റാണ് യാഷ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട സ്തൂപാസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ സ്തൂപ ഏത് രാജ്യത്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള സ്തൂപകൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുക, പിന്നെ കുറച്ച് പെക്യുലർ കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സ്തൂപ എന്നറിയപ്പെടുന്നതാണ് ബീഹാറിലെ കേസരിയ ബീഹാർ. അപ്പോൾ കേസരിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിൻ്റെ ഒരു പരസ്യം കാണില്ലേ. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആണ് കേസരിയ എന്ന് പറയുന്നതാണ് ഏറ്റവും ലാർജസ്റ്റ് സ്തൂപ. അതുപോലെ തന്നെ അടുത്തത് നമ്മളെ ബുദ്ധൻ ആദ്യമായിട്ട് ശിഷ്യന്മാർക്ക് ഫസ്റ്റ് സെർമൺ അവതരിപ്പിക്കുന്ന സാരനാഥില എന്ന് പറഞ്ഞു. ഒരു വീരാണ് അതിൻ്റെ സിമ്പിൾ എന്നും പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്ത്, ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള സ്തൂപയാണ് ധമേക്ക് സ്തൂപ. ഇതാരാണ്, അശോകൻ പണി കഴിപ്പിക്കുന്നതാണ്. അതാണ് ധമേക്ക് സ്തൂപ. ഇതൊരു പ്രത്യേക ഷേപ്പിലുള്ളതാണ്, ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അത് അടുത്തത് കുശിനഗര എന്ന് പറയുമ്പോൾ അതായത് അത് എവിടെ വെച്ചിട്ടാണ്, കുശി എന്ന് പറയുമ്പോൾ ഹാപ്പി. അപ്പോൾ ബുദ്ധൻ ഹാപ്പി ആയിട്ട് മരിക്കുന്നത് ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ബുദ്ധൻ മരിക്കുന്ന സ്ഥലമാണ് കുശിനഗര. അത് ബീഹാറിലാണ്. അവിടുത്തെ സ്തൂപയാണ് രമാബർ സ്തൂപ. ബീഹാറിലല്ല, യു-പിയിൽ. കുശിനഗര യു-പിയിൽ തന്നെയാണ്. അതാണ് രമാബർ. അതായത് രാമനെ പോലെ തന്നെയാണ് ബുദ്ധനും. ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ അത് യു-പിയിലാണ്.
അവിടെ എന്താണ് ബുദ്ധൻ്റെ ഡെത്താണ് 483 BC-യിൽ. 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്ത്, 3 രത്നാസ്. അപ്പോൾ അടുത്തത് ഏറ്റവും ആദ്യത്തെ സ്തൂപ, അത് മധ്യപ്രദേശിലെ സാഞ്ചിയിലാണ്. അത് പണി കഴിപ്പിക്കുന്നത് അശോകനാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സാഞ്ചി സ്തൂപയാണ്. ഓരോ സ്തൂപയും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഇത് പണി കഴിപ്പിക്കുന്നത് അശോകനാണ് 3rd സെഞ്ച്വറി BC-യിൽ. പിന്നീട് പുഷ്യാമിത്ര ശുങ്കൻ എന്ത് ചെയ്തു, ഇത് സാൻഡ് സ്റ്റോൺ വെച്ചിട്ട് പുതുക്കി. അപ്പോൾ പണി കഴിപ്പിക്കുന്ന അശോകൻ ഏറ്റവും പഴയ സ്തൂപയിലൊന്നാണ്. ഏറ്റവും പഴയ സ്തൂപയാണ് സാഞ്ചി സ്തൂപ. ഏറ്റവും വലുത് കേസരിയ, ബീഹാറിലെ കേസരിയ സ്തൂപ. ഏറ്റവും പഴയത് സാഞ്ചി, അത് പുഷ്യാമിത്ര ശുങ്കനാണ് അതിൻ്റെ സാൻഡ് സ്റ്റോണും മറ്റും വെച്ചത്. പിന്നെ നമ്മളിപ്പോൾ ഇൻഡസ് വാലിയിൽ പിന്നെ ജെയിംസ് പ്രിൻസിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, ആർക്കിയോളജിസ്റ്റ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിസ്റ്റ്, സാഞ്ചി സ്തൂപയുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിസ്റ്റാണ് ഹെൻറി ടെയ്ലർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ബൊറോബുഡർ സ്തൂപ ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബൊറോബുഡർ സ്തൂപ ബുദ്ധിസവുമായി ഒന്നിക്ക് ഇങ്ങനെ ചോദിക്കുക, ബൊറോബുഡർ സ്തൂപ എന്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണെന്ന് ചോദിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബൊറോബുഡർ സ്തൂപ ഏത് രാജ്യത്താണ്? ആൻസർ ഇന്തോനേഷ്യ. കുറച്ച് പോയിന്റ്. അണ്ട എന്ന് പറയുന്നത് ഹെമിസ്ഫെറിക്കൽ ഡോം. തോരണ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ തോരണം വരിക, തിയേറ്ററിൻ്റെ ഒക്കെ ഗേറ്റിൽ തോരണം കെട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഗേറ്റ് വേ. മേദി എന്ന് പറയുമ്പം ഞാൻ ഓർമ്മിക്കുന്നത് മേത്ത് ചവിട്ടി നടക്കുക. അപ്പോൾ മേദി എന്ന് പറയുമ്പോൾ പാസേജ്, നടക്കാനുള്ള പെഡസ്ട്രിയൽ പാത്ത്. പിന്നെ ചാത്രി എന്ന് പറയുന്നത് സർക്കുലർ ഡിസ്ക്, ചപ്പാത്തി എന്ന് ഓർമ്മിക്കുക. യാഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്റ്റാല് ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റ്, ഈ സർക്കുലർ ഡിസ്കിൻ്റെ നടുവിലുള്ള ഷാഫ്റ്റ്, അതാണ് യാഷ്ടി. അപ്പോൾ അതാണ് മെയിനായിട്ട് സ്തൂപിയായി ബന്ധപ്പെട്ടത്. പ്രധാനപ്പെട്ട കുറച്ച് ബുദ്ധിസ്റ്റ് സ്തൂപകൾ. ഏറ്റവും വലുത് എന്ന് പറഞ്ഞത് കേസരിയ, ബീഹാർ. ഇതാണ് കേസരി, ഈ ഫിഗറിൽ കാണിക്കുന്നതാണ് കേസരിയ സ്തൂപ. ഇത് ബീഹാറിലാണ്. ഇതാണ് ഏറ്റവും വലിയ സ്തൂപ, ബീഹാറിലെ കേസരിയാർ സ്തൂപ. അടുത്ത ഇതാണ് ധമേക്ക് സ്തൂപ. ഇതിൻ്റെ ഒരു ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ. ഇതെവിടെയാണ്? ഈ ധമേക്ക് സ്തൂപ സ്ഥിതി ചെയ്യുന്ന സാരാനാഥ്, UP-യിലെ സാരാനാഥിൽ വെച്ചിട്ടാണ് ബുദ്ധൻ ബോധോദയത്തിന് മറ്റേ എൻലൈറ്റ്മെൻറ്റിന് ശേഷം ആദ്യമായിട്ട് ശിഷ്യന്മാർക്ക് സെർമൺ നടത്തിയത്. ഫസ്റ്റ് സെർമൺ നടത്തിയ സാരനാഥിലെ അതേ സ്ഥലത്താണ് ഈ ധമേക്ക് സ്തൂപ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻറ്റ്. ധമേക്ക് സ്തൂപ അശോകൻ തന്നെയാണ് പണി കഴിപ്പിച്ചത്, സാരാനാഥ്. അടുത്തതാണ് കുശിനഗറിലെ രമാബാർ സ്തൂപ. രമാബാർ സ്തൂപയാണ് കുശിനഗർ. കുശിനഗർ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? കുശി എന്ന് പറയുമ്പോൾ ഹാപ്പി, ബുദ്ധൻ ഹാപ്പി ആയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ മരിച്ച സ്ഥലം 483 BC-യിൽ കുശിനഗർ, UP. അടുത്തത് ഒരു ഇതുവരെയുള്ളതിൻ്റെയൊക്കെ ഒരു കളർ വ്യത്യാസമുള്ള ഒരു സ്തൂപ, ഒരു വെള്ള കളറിലുള്ളൊരു സ്തൂപ, അതാണ് ഈ ശാന്തി സ്തൂപ. ഇത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ഒരുപാട് സ്തൂപയുണ്ട്, അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വെള്ള കളറിലുള്ള ഒരു സ്തൂപയാണ് ലഡാക്കിലുള്ള ശാന്തി സ്തൂപ. അടുത്തത് പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതെല്ലാം? അപ്പോൾ പ്രധാനപ്പെട്ട 3 ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ നളന്ദ, വിക്രംശില, ഓദാന്തപുരി. ഇത് ക്വസ്റ്റ്യൻ വരിക, ഈ ഓരോ യൂണിവേഴ്സിറ്റികളും ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ ഏത് രാജാക്കന്മാരാണ് ഈ യൂണിവേഴ്സിറ്റികൾ ബിൽട്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. നളന്ദ യൂണിവേഴ്സിറ്റി കുമാരഗുപ്ത 1 ഫസ്റ്റ്, കുമാരഗുപ്ത. വിക്രംശില ധർമ്മപാല, ഓഡാന്തപുരി ഗോപാല. അപ്പോൾ ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 3 പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ. ആദ്യത്തേത് നളന്ദ, രണ്ടാമത്തെ വിക്രംശാല, അടുത്തത് ഓഡാന്തപുരി. അപ്പോൾ ഇത് എങ്ങനെ ഓർമ്മിക്കുക? ഈ നളൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആണുങ്ങളുടെ പേരല്ലേ, നളപാചകം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു കുമാരനാണ് നളൻ. നളൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു കുമാരൻ, നളപാചകം, നളൻ, കുമാരഗുപ്ത. കുമാരൻ എന്നുള്ളത് ഒരാണെന്നുള്ള പേര്, നളൻ കുമാരഗുപ്ത. അടുത്തത് വിക്രംശില. ഞാൻ ഓർമ്മിക്കൽ സിനിമാകാരൻ വിക്രം ഒരുപാട് ദാനധർമ്മിയാണ്, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ സിനിമാ നടൻ വിക്രം എന്താണ്? ഒരു ദാനധർമ്മിയാണ്. അപ്പോൾ ധർമ്മപാല, ഒരുപാട് ധർമ്മം കൊടുക്കുന്ന ആളാണ് സിനിമാ നടൻ വിക്രം. വിക്രമശില എന്ന് പറയുന്നത് ധർമ്മപാല. ജസ്റ്റ് നമുക്ക് ഓപ്ഷൻ കിട്ടിയാൽ മതി.
അടുത്ത് ഓടാന്തപുരി. ഈ ഓടലെപ്പാന്ന് ഈ കണ്ടത്തിൽ പശുവിനെ കെട്ടിയിട്ട് പശുവിൻ്റെ ബേക്കിലേ ഓടേണ്ടി വരും. അപ്പോൾ ഈ ഗോപാല എന്ന് പറഞ്ഞാൽ എന്താ? ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോക്കൾ, പശുക്കൾ. പശുവിനെ പാലിക്കുന്നവനാണ് ഗോപാലൻ. അപ്പോൾ പശുവിനെ കെട്ടിക്കഴിഞ്ഞാൽ ഗോപാലൻ്റെ പണി എന്താ? ഓടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ബേക്കിൽ. ഓടാന്തപുരി, ഗോപാല. അപ്പോൾ ഇത് മൂന്ന് ഓർമ്മിക്കുക. നളന്ത എന്ന് പറയുമ്പോൾ നളൻ, നളൻ എന്ന് പറയുമ്പോൾ കുമാരൻ, കുമാരഗുപ്തൻ. അടുത്തത് വിക്രംശില. അപ്പോൾ സിനിമാ നടൻ വിക്രമിൻ്റെ മനസ്സിൽ മുഖം ഓർമ്മ വരും. ഒരു ദാനധർമ്മിയാണ്. അപ്പോൾ ധർമ്മപാല, ദാനധർമ്മി, ധർമ്മപാല. അത് ഓടാന്തപുരി. ഈ ഓടിക്കൊണ്ടിരിക്കൽ ആരാണ്? പശുവാണ് ഓടിക്കൊണ്ടിരിക്കുക. അല്ലെ പശുവിൻ്റെ ബേക്കിൽ കയറും പിടിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്നൊക്കെ മറ്റേ നമ്മുടെ പഴയ കൊച്ചിൻ ഹനീഫേൻ്റെ സീൻ ഓർമ്മിക്കുക. ഓടാന്തപുരി എന്ന് പറയുമ്പോൾ ഗോ പശു, ഗോപാല. അടുത്തത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട 8 ഹോളി പ്ലേസസ്. അതായത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 8 സ്ഥലങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നും ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ ഓർമ്മ വരും അതെന്താണെന്നുള്ളത്. ഇപ്പോൾ ലുംബിനി എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഒരു സ്ഥലമാണ്. 483 BC ബുദ്ധൻ ജനിച്ച സ്ഥലം. അപ്പോൾ ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ ലുംബിനിയിലാണ്. അപ്പോൾ ബോധ്ഗയ എന്ന് പറയുമ്പോൾ ഉരുവേല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മരം പീപ്പിൾ ട്രീ ആണ്. ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് അഥവാ നിർവ്വാണം ലഭിച്ച സ്ഥലമാണ് ബോധ്ഗയ. 49 days ആണ് അവിടെ ഇരുന്നത്. അതിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. അപ്പോൾ ഒരുപാട് പോയിന്റ് ഓർമ്മ വരും. ബോധ്ഗയ എന്ന് പറയുന്നത് എൻലൈറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സിമ്പലാണ് ബോധി ട്രീ. ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. സ്ഥലത്തിൻ്റെ പേര് ഉരുവേല. അടുത്തത് സാരാനാഥ്. ഇങ്ങനെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ബുദ്ധൻ ആദ്യമായിട്ട് ശിഷ്യന്മാർക്ക് സെർമൺ നടത്തുന്നത് 8 fold ട്രൂത്ത്, 8 fold അഷ്ടാംഗിക മാർഗിനെ പറ്റിയിട്ട്, സോറോ അവസാനിപ്പിക്കാനുള്ള പാത്തിനെ പറ്റിയിട്ട് ഫസ്റ്റ് സെർമൺ നടത്തുന്നത് ദമേക്ക് സ്തൂപിയുള്ള സാരാനാഥിലാണ്. അതാണ് അടുത്തത്. കുശിനഗര. കുശി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഹാപ്പി. അപ്പോൾ ബുദ്ധൻ്റെ എൻഡിങ് ഹാപ്പിയാണ്, മരിക്കുന്നത് ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ കുശിനഗര എന്ന് പറഞ്ഞാൽ ഹാപ്പി. ബുദ്ധൻ മരിക്കുന്ന സ്ഥലം. ബുദ്ധൻ മരിച്ച സ്ഥലവും ഇമ്പോർട്ടൻറ്റ്. ജനിച്ച സ്ഥലം ലുംബിനി, മരിച്ച സ്ഥലം കുശിനഗർ. രാജ്ഗീർ എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നൊരു സ്ഥലം. അപ്പം അതാണ് രാജ്ഗീർ എന്ന് പറയുന്നത്. രാജഗൃഹ അഥവാ ആദ്യമായിട്ട് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സാരാനാഥിന് ശേഷമുള്ള വീൽ ഓഫ് ധർമ്മ, രണ്ടാമത്തെ വീൽ ഓഫ് ധർമ്മ നടന്നത് രാജഗീറിൽ വെച്ചിട്ടാണ്. അടുത്തത് വൈശാലി. ഇപ്പോൾ ഒന്നാമത്തത് സാരനാഥിലാന്ന് പറഞ്ഞു. അവസാനത്തെ സെർമൺ, അതായത് ബുദ്ധൻ്റെ ലാസ്റ്റ് സെർമൺ നടക്കുന്നത്, മരണത്തിന് മുന്നേ അവസാനത്തെ സെർമൺ നടക്കുന്നത് ബീഹാറിലെ വൈശാലി വെച്ചിട്ടാണ്. അതായത് മരണത്തിന് മുമ്പ് ലാസ്റ്റ് സെർമൺ നടക്കുന്നത് വൈശാലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട. പിന്നെ ശ്രാവഷ്ടി, സൻഗാസിയ. ഈ ശ്രാവഷ്ടി എന്നെല്ലാം പറയുന്നത് ബുദ്ധൻ ഏതൊക്കെയോ ഈ അത്ഭുത പ്രവർത്തികളൊക്കെ നടത്തുന്ന, അതേപോലെ തന്നെ കുറച്ച് ഇതാണ് ജേതാവന ഗ്രോവ്. അപ്പോൾ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ഒക്കെ നടന്നൊരു സ്ഥലം. ഇതും അതുപോലെ തന്നെ ഈ റീബർത്ത്, മറ്റേ ഹെവൻ, തുഷിത ഹെവൻ, അതുമായി ബന്ധപ്പെട്ട, അത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മൾ നേരത്തെ ബോധിസത്വാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിർവ്വാണ അറ്റൈൻ ചെയ്തിട്ടും അത് നീട്ടിവെച്ചത്, അതായത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിർവ്വാണ അറ്റൈൻ ചെയ്യാത്ത ബോധിസത്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു ഹെവൻ, അവിടുന്ന് ഡിസെൻഡ് ചെയ്യുന്ന സ്ഥലം എന്നൊക്കെയുള്ളതാണ് ഈ സാങ്കാസിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 8 സ്ഥലങ്ങൾ: ലുംബിനി ജനനം, ബോധ്ഗയ എൻലൈറ്റ്മെൻറ്റ്, സാരനാഥ് ഫസ്റ്റ് സെർമൺ, കുശിനഗര ഡെത്ത്, രാജ്ഗിർ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നു, സെക്കൻഡ് വീൽ ഓഫ് ധർമ്മ നടന്നു, വൈശാലി ഇതുപോലെ ലാസ്റ്റ് സെർമൺ നടന്ന സ്ഥലം. ഇനിയുള്ളത് ഇവിടെ ഈ സാഞ്ചിയിൽ വെച്ചിട്ട് ഒരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ നടക്കലുണ്ട്. അതാണ് ചൈത്യഗിരി വിഹാര ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. ചൈത്യഗിരി വിഹാര ഫെസ്റ്റിവൽ. ഇനി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നത്. ബുദ്ധൻ ജനനം ലുംബിനി, നേപ്പാൾ, വർഷം 563 BC, ഡെത്ത് കുശിനഗർ, അതായത് ജനനം ഇന്ത്യയിലല്ല, നേപ്പാളിലെ ലുംബിനിയിലാണ്. കുശിനഗർ എന്ന് പറയുമ്പോൾ കുശി ഹാപ്പി ഡെത്താണ് ബുദ്ധൻ്റെത്. 483 ഓർമ്മിക്കാൻ. 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്ത്,
3 രത്നാസ്. അപ്പോൾ അടുത്തത് ഫാദർ ശാക്യ ക്ലാനിലെ ശുദ്ധോധന, മദർ മഹാമായ കോളിയാൻ ക്ലാന്. സ്റ്റെപ്പ് മദർ അഥവാ ഫോസ്റ്റർ മദർ എന്ന് പറയുന്നത് മഹാപ്രജാപതി ഗൗതമി. ഇത് ഗൗതമിയാണ്. ഈ ഗൗതമി തന്നെയാണ് ആദ്യത്തെ ഭിക്കുനി, അതായത് സ്ത്രീ ആയിട്ടുള്ള ജൈന ബുദ്ധ സന്യാസിയായിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഭിക്കുനി എന്നറിയപ്പെടുന്നത് ഈ സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള മഹാപ്രജാപതി ഗൗതമിയാണ്. മെറ്റേണൽ ആണ്ട് എന്ന് ചില സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. ഭാര്യ യശോധര, മകൻ രാഹുൽ. യുവരാജാവായിട്ടുള്ള ബുദ്ധൻ ഈ 4 കാര്യങ്ങൾ: ഓൾഡ് മാൻ, സിക്ക് പേഴ്സൺ, ഡെഡ് ബോഡി, മോങ്ക്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് വീട് വിട്ടിറങ്ങുന്നത്. 29ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി 2 പ്രധാനപ്പെട്ട ടീച്ചർ, അലറക്കലമയും ഉദ്രക രാംപുത്രിയും. 2 പ്രധാനപ്പെട്ട അധ്യാപകരാണ് ഗുരുക്കന്മാർ, അലറക്കലമ, ഉദ്രക രാംപുത്ര. അപ്പോൾ 29ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി. അപ്പോൾ അതിന് ശേഷം ബീഹാറിലെ നിരഞ്ജന റിവറിന് സമീപത്തുള്ള ഉരുവേള എന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ ബോധ്ഗയ, അതിൽ പീപ്പൽ ട്രീ അഥവാ ബോധി ട്രീൻ്റെ അടിയിൽ 49 ദിവസമാണ് എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തപസ് ചെയ്തത്, മീൻസ് ഇരുന്നത്. അപ്പോൾ ഇതിന് നിർവാണ എന്നാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. ഇതിന് ശേഷം യു.പിയിലെ സാരാനാഥിൽ വെച്ചിട്ടാണ് ആദ്യത്തെ സർമൺ നടത്തുന്നത്. അപ്പോൾ ബുദ്ധനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്: ഒന്ന് ആദ്യത്തെ ജന്മം, ആദ്യത്തെ ബർത്ത്, അതിൻ്റെ സിമ്പിളാണ് ലോട്ടസ്. രണ്ടാമത്തത് ഈ ഹൗസ് അബാൻഡൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ ഇതിൽ വിളിക്കുന്ന പേരാണ് മഹാബിനിഷ്ക്രമണ. അതുപോലെ ഹോസ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ കുതിരക്ക് വിളിക്കുന്ന പേരാണ് കന്തക്. അതുപോലെ അതിൻ്റെ ചാരിയറ്റ് അഥവാ രഥത്തിന് വിളിക്കുന്ന പേരാണ് ചന്ന. ചെന്നിയും കന്തക്കും. എൻലൈറ്റ്മെൻറ്റ് അഥവാ നിർവാണ, അതിൻ്റെ സിമ്പലാണ് ബോധി ട്രീ. അതിന് ശേഷം ധർമ്മചക്രപ്രവർത്തന, നമ്മൾ നേരത്തെ പറഞ്ഞ സർമണിന് വിളിക്കുന്ന പേര്. ശിഷ്യന്മാർക്ക് ബുദ്ധൻ അദ്ദേഹം മനസ്സിലാക്കിയ അഷ്ടാംഗിക മാർഗം 4 നോബിൾ ട്രൂത്തിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ധർമ്മചക്രപ്രവർത്തന. അതാണ് വീല്. അതിനുശേഷം അവസാനം ഡെത്ത് എന്ന് പറയുന്നത് സ്തൂപ. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്തെല്ലാം എന്നുള്ളത്. 4 നോബിൾ ട്രൂത്ത് എന്നാന്ന് പറയും. 4 എണ്ണാന്നുള്ളത് 4 നോബിൾ ട്രൂത്ത്. അപ്പോൾ അതിൽ ആദ്യത്തത് ദ ട്രൂത്ത് ഓഫ് സഫറിങ്ങിനെ പറ്റിയിട്ട്. രണ്ടാമത്തത് ഈ സഫറിങ്ങിൻ്റെ കാരണം, ദ ട്രൂത്ത് ഓഫ് കോസ് ഓഫ് സഫറിങ്, അതെന്താണ്? ഡിസയറാണ്. ആദ്യം പറയുന്നത് വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്, ലോകം മുഴുവൻ എല്ലാവർക്കും സഫറിങ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതിൻ്റെ കാരണം കോസ്, ഡിസയർ. അടുത്ത മൂന്നാമത്തേന്ന് പറയുന്നതാണ് ദ ട്രൂത്ത് ഓഫ് എൻഡ് ഓഫ് സഫറിങ് അഥവാ 8 ഫോൾഡ് പാത്ത്. ഈ സഫറിങ്ങിന് എൻഡ് ചെയ്യണമെങ്കിൽ എൻഡ് ചെയ്യും, ആ എൻഡ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഈ 8 ഫോൾഡ് പാത്ത്. അപ്പോൾ ഈ 8 ഫോൾഡ് പാത്ത് എന്തെല്ലാം എന്നുള്ളത്: വ്യൂ, ഇൻറ്റൻഷൻ, സ്പീച്ച്, ആക്ഷൻ, ലൈവ്ലിഹുഡ്, എഫേർട്ട്, കോൺസെൻട്രേഷൻ, മൈൻഡ്ഫുൾനെസ്. ഇങ്ങനെ ഒരു 8 കാര്യങ്ങൾ. വ്യൂ, ഇൻറ്റൻഷൻ, സ്പീച്ച്, ആക്ഷൻ, ലൈവ്ലിഹുഡ്, എഫേർട്ട്, കോൺസെൻട്രേഷൻ. ഈ 8 കാര്യങ്ങളിലൂടെ അഷ്ടാംഗിക മാർഗ്ഗ അഥവാ 8 ഫോൾഡ് പാത്തിലേക്കൂടെയാണ് നമ്മൾ സഫറിങ്ങിനെ എൻഡ് ചെയ്യുന്നത്. അതാണ് ബേസിക് ബുദ്ധിസ്റ്റ് ഫിലോസഫി. അടുത്ത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേമുകൾ, 2 കൺഫ്യൂഷൻ ആവുന്ന 2 ടേമുകളാണ് ചൈത്യവും വിഹാരിയും. ചൈത്യം എന്ന് പറയുമ്പോൾ ചൈതന്യം എന്ന് ഓർമ്മിക്കുക. ചൈതന്യം ഉണ്ടാവുക ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ, പുണ്യമായ സ്ഥലങ്ങളിൽ. അത് പ്രെയർ ഹാള് അഥവാ പ്രെയർ പ്ലേസ്. വിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വൈര്യമായിട്ട് വിഹരിക്കുന്നത്, സ്വൈര്യവിഹാരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലം വീട്. ആ വീട് പോലെ ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ, റിസൈഡ് ചെയ്യുന്ന പ്ലേസാണ് വിഹാരം. അടുത്തതാണ് ധർമ്മ അഥവാ ധർമ്മം. സ്തൂപ എന്ന് പറയുന്നത് ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്നത്. അടുത്തത് സ്തൂപാസിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഗേറ്റിന് വിളിക്കുന്ന പേരാണ് തോരണങ്ങൾ തൂക്കിയിടുന്നത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ത്വരാന. അതുപോലെ ആ ഗേറ്റിൻ്റെ പുറത്തേക്കുള്ളിലുള്ള റെയിലിങ്സ്, ഔട്ട്സൈഡ് റെയിലിങ്സിന് വിളിക്കുന്ന പേരാണ് വേദിക. ഇത് ത്വരാന. ഔട്ട്സൈഡ് റെയിലിങ്സിന് വിളിക്കുന്ന പേരാണ് ഇതാണ് ത്വരാന, ആ ഗേറ്റ്. അടുത്തത് വേദിക, ഇതിൻ്റെ റെയിലിംഗ് ആണ് വേദിക.
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പാസേജിന് വിളിക്കുന്ന പേരാണ് മേദി. പിന്നെ അണ്ഡം, അതായത് സെമിസ്ഫെറിക്കൽ സ്ഫിയറിന് വിളിക്കുന്ന പേരാണ് അണ്ഡ. അതിൻ്റെ മേലെയുള്ള ചെറിയ ഈ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ഹർമിക. അതിൻ്റെ മേലെയുള്ള സർക്കുലർ ഡിസ്ക്കാണ് ചപ്പാത്തി എന്ന് പേരിലുള്ള ചത്യ. പിന്നെ ഷാഫ്റ്റാണ് യാഷിക. അപ്പോൾ അങ്ങനെ അടുത്തത് സ്തൂപയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും വലിയ സ്തൂപ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്തൂപയാണ് കേസരിയ, ബീഹാർ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്തൂപ എന്ന് പറയുന്നത് സാഞ്ചിയാണ്. സാരനാഥിലുള്ള സ്തൂപ ദമേക്ക് സ്തൂപ. മരണസ്ഥലവുമായി ബന്ധപ്പെട്ട് ബുദ്ധൻ മരിച്ച കുശിനഗരയിലെ സ്ഥലം രാമാബർ സ്തൂപ. അത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബൊറോബുഡൂർ സ്തൂപ ഏത് രാജ്യത്താണ്? ആൻസർ ഇന്തോനേഷ്യ. ഇവിടെ പറയുന്നത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പാലി ഭാഷയിലും ഉണ്ട്. പാലി ഭാഷയിലാണ് കൂടുതൽ. പിന്നെ സംസ്കൃത ഭാഷയിലും ഉണ്ട്. പാലി ഭാഷയിലുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ത്രിപീഠികാസ്, അതായത് 3 ബക്കറ്റ്. സുത്തപീഠിക, വിനയപീഠിക, അഭിധമ്മ പീഠിക. അതവിടെ എഴുതിയിട്ടുണ്ട് ത്രിപീഠികാസ്. പീഠിക എന്ന് പറഞ്ഞാൽ ബക്കറ്റ് എന്നാണ്. ഇപ്പോൾ 3 ബക്കറ്റ്സ്. സുത്തപീഠിക എന്ന് പറഞ്ഞാൽ സത്ത. അപ്പോൾ ഒരു സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ കാമ്പ്, കാതലായിട്ടുള്ള കാര്യം, അതായത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ്. അടുത്ത വിനയപീഠിക എന്ന് പറയുമ്പോൾ വിനയം, ഏറ്റവും കൂടുതൽ വിനയം വേണ്ടത് എവിടെയാണ്? ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി റൂളാണ്. നമ്മൾ വിനയത്തോടു കൂടി പെരുമാറാൻ പാടുള്ളൂ. അപ്പോൾ അത് മൊണാസ്റ്റിക് റൂൾസ്. അഭിധമ്മ പീഠിക എന്നാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സുത്തപീഠിക. അതുപോലെ ഈ സുത്തപീഠികയ്ക്ക് ശേഷം പാലി ഭാഷയിലുള്ള മറ്റൊരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ് മിയാന്തർ. ഇന്തോ ഗ്രീക്ക് രാജാവായിട്ടുള്ള മിലിന്ദർ അഥവാ മിയാന്തറും ഒരു ബുദ്ധിസ്റ്റ് മോങ്കായിട്ടുള്ള നാഗസേനയും തമ്മിലുള്ള ഡയലോഗ്. ആ ടെക്സ്റ്റാണ് മിലിന്ദ് പൻഹോ. ഇതുപോലെ പാലി പോലെ തന്നെ സംസ്കൃതത്തിലും ഒരുപാട് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളുണ്ട്. അതിലൊന്നാണ് ബുദ്ധൻ്റെ പറ്റിയുള്ള ബയോഗ്രഫി, അതായത് അശ്വാഘോഷ് എഴുതിയിട്ടുള്ള ബുദ്ധചരിത. അതുപോലെ ബുദ്ധൻ്റെ പ്രീവിയസ് ബർത്ത് മെൻഷൻ ചെയ്യുന്ന ജാതക കഥകൾ അഥവാ ജാതക ടെയിൽസ്. അപ്പോൾ പിന്നെ അടുത്തത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ. പ്രധാനമായിട്ട് നളന്ദ, വിക്രംശില, ഒദാന്തപുരി. നളന്ദ എന്ന് പറയുന്നത് കുമാരഗുപ്തൻ, വിക്രം എന്ന് പറയുന്നത് ദാനധർമ്മിയാണ്, അപ്പോൾ ധർമ്മപാല. ഒഡാന്തപുരി എന്ന് പറഞ്ഞാൽ ഗോപാല. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റികൾ. ഓടുന്നത് പശു, ഗോപാലൻ. വിക്രം ദാനധർമ്മി. നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമാരഗുപ്തൻ. അടുത്തത് പറഞ്ഞത് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഓരോ കാലഘട്ടത്തിലും കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തും. ആദ്യമായിട്ട് നടന്നത് 483 ബുദ്ധൻ്റെ മരണത്തിന് ശേഷം 483 കാലഘട്ടത്തിൽ. അത് പാട്രണൈസ് ചെയ്യുന്നത് ആ സമയത്തെ ബിംബിസാരയുടെ മകനായിട്ടുള്ള ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ അജാതശത്രുവാണ്. അപ്പോൾ എ കെ എന്നാണ് ഓർമ്മിക്കുക. അജാതശത്രു, അശോക, കനിഷ്കൻ. ഇങ്ങനെയാണ് പാട്രണൈസ് ചെയ്യുന്ന രാജാക്കന്മാരുടെ കോഡ്. അതിനുശേഷം അവിടുത്തെ പ്രസിഡൻസി കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് മോങ്കുകൾ ഒന്നോ അതിലധികം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ആള്, അജാതശത്രുവിൻ്റെ ഉള്ള ആദ്യത്തെ ആള് മഹാനായിരിക്കണം, മഹാകശ്യപ. അതിന് ശേഷം വന്നുള്ള ഒരു സാധാരണ ആളായാൽ മതി, സഭാകാമി. പിന്നെ മഗല്യപുത്ര ടിസ്സ, മാഗി. പിന്നെ വസുമിത്ര. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സ്ഥലം. ആദ്യം നടന്നത് മഗധ എംപയറിലെ ആദ്യത്തെ ക്യാപിറ്റൽ രാജഗൃഹയിൽ വെച്ചിട്ട്. പിന്നെ നടന്നത് അവസാനമായിട്ട് സർമൺ നടത്തിയ വൈശാലിയിൽ. മൂന്നാമത് നടന്നതാണ് പാറ്റ്ന അഥവാ പാടലിപുത്ര. പിന്നീട് രാജഗൃഹ മാതിരി മഗധയുടെ ക്യാപിറ്റലായ പാടലിപുത്ര. ഏറ്റവും അവസാനം കാശ്മീർ കുണ്ടലവനം. വർഷം നോക്കുകയാണെങ്കിൽ 483, 100 വർഷം കഴിഞ്ഞ് 383, പിന്നെ 100 വർഷം കഴിഞ്ഞ് 283ക്ക് പകരം റൗണ്ട് ഫിഗർ ആയിട്ട് 250. പിന്നെ ഒരുപാട് BC ഒക്കെ കഴിഞ്ഞ് AD 72 ഈ 4 പോയിന്റ് 4 ബുദ്ധിസ്റ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ടത്. നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിൽ ബുദ്ധിസം രണ്ടായിട്ട് സ്പ്ലിറ്റായി. മഹായാന ബുദ്ധിസവും ഹീനയാന ബുദ്ധിസവും.
അടുത്തതാണ് പ്രധാനപ്പെട്ട സെക്റ്റുകൾ ഹീനയാന, മഹായാന, വജ്രയാന, തേരാവാദ, ബുദ്ധിസം. ഹീനയാന എന്ന് പറയുന്നത്, മഹായാന എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വയം മഹാന എന്ന് പറയുന്നവർ എന്താ ഐഡൽ വർഷിപ്പ് നടത്തും, സംസ്കൃത ഭാഷ ഉപയോഗിക്കും, റീബർത്തിൽ വിശ്വസിക്കും. ഹീനയാന പഠിക്കാൻ വേണ്ടിയിട്ട് ഹീനയാന എന്ന് പറയുന്നത് ഐഡൽ വർഷിപ്പിലൊന്നുമില്ല, പഴയ പാലി ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ബോധിസത്വാസ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് മോങ്കിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോള് നിർവ്വാണ അറ്റൈൻ ചെയ്യലാണ്. അപ്പോൾ ചില ഇവരെന്ത് ചെയ്യും, നിർവ്വാണ അറ്റൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയാൽ പോലും അത് അറ്റൈൻ ചെയ്യാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അപ്പം അത്തരത്തിലുള്ള ആളുകളാണ് ബോധിസത്വാസ്. മറ്റേ താന്ത്രിക ബുദ്ധിസത്തിന് വിളിക്കുന്ന പേരാണ്, ആ സെക്റ്റിനെ വിളിക്കുന്നതാണ് വജ്രായന ബുദ്ധിസം. അപ്പോൾ പ്രധാനപ്പെട്ട 4 ഹീനയാന, മഹായാന, പിന്നെ വജ്രായന വന്നു, തേരാവാദ ബുദ്ധിസം വന്നു. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ബുദ്ധിസവുമായി ബന്ധപ്പെട്ടത്. ഡാഷ് ഈസ് SSCൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷ് ഈസ് എ ഫേമസ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് സ്പെസിമെൻസ് ഓഫ് ബുദ്ധിസ്റ്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ബിലോങ്ങിങ് ടു ദ പീരീഡ് ബിറ്റ്വീൻ 3rd century BC ആൻഡ് 12th century AD. അതായത് ഇവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC 3rd centuryക്കും AD 12th centuryക്കും ഇടയിൽ പ്രധാനപ്പെട്ട ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇതിലേതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതാണ്? സാഞ്ചിയാണ്. നമ്മൾ സാഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാഞ്ചി, അതാണ് മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട. സാഞ്ചി പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്തൂപയെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ബുദ്ധിസ്റ്റ് സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ഡാഷ് സ്തൂപ. അപ്പോൾ ഏതോ സ്തൂപേനെ പറ്റിയിട്ടാണ്. അറ്റ് സാരാനാഥ്. അപ്പോൾ നേരത്തെ കണ്ടത് സാരാനാഥിൽ ഫസ്റ്റ് സെർമൺ നടത്തിയ സാരാനാഥിൽ മൗര്യൻ കിങ് ആയിട്ടില്ല. മൗര്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം അജാതശത്രുവിൻ്റെ കാര്യത്തിൽ ഒരു ഡൈനാസ്റ്റിൻ്റെ പേര് പറഞ്ഞ ഹരിയങ്ക ഡൈനാസ്റ്റി, അതുപോലെ വരുന്ന മഗധയിലെ മറ്റൊരു ഡൈനാസ്റ്റിയാണ് മൗര്യൻ സാമ്രാജ്യം. അതിലെ പ്രധാനപ്പെട്ട ഒരു ആളാണ് അശോകൻ. അശോകൻ സ്ഥാപിച്ച സാരാനാഥിലെ സ്തൂപയുടെ പേരേതാണെന്നാണ് ചോദ്യം. അശോകൻ സ്ഥാപിച്ച സാരാനാഥിലെ സ്തൂപയാണ് ധമേക് സ്തൂപ. ധമേക് സ്തൂപയാണ് നമ്മൾ ആ ഒരു ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയൊരു ഷേപ്പുള്ള നീളത്തിലുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് 4 noble truth. 4 noble truth, 8-fold path, 3 രത്നാസ്. ദ 4 noble truth belongs to which of the following religion? ഏത് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതാണ്? ബുദ്ധിസം. 4 noble truthും 8-fold path, അഷ്ടാംഗിക മാർഗം, 3 രത്നാസ് ഒക്കെ ഉള്ളത് ബുദ്ധിസത്തിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചൈത്യ ആൻഡ് വിഹാരാസ് were constructed for the monks of which religion? ചൈത്യ എന്ന് പറയുന്നത് ചൈതന്യം ഉണ്ടാവും എവിടെയാണ്? അവരുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം. വിഹാരാസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത് നമ്മൾ സ്വൈര്യവിഹാരം, നമ്മൾ സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന സ്ഥലം ഏതാണ്? വീട്, അതായത് റിസൈഡ് ചെയ്യുന്ന താമസിക്കുന്ന സ്ഥലമാണ് വിഹാരാസ്. ആരാധന നടത്തുന്ന സ്ഥലമാണ് ചൈത്യാസ്. പ്രെയർ ഹാള്, പ്രെയർ റൂം എന്നൊക്കെ പറയുന്നതാണ് ചൈത്യാസ്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധിസവുമായി ബന്ധപ്പെട്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കേവുകളുണ്ട്. അപ്പോൾ ആ കേവുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേവാണ് ലോമാസ് ഋഷി കേവ്. ഇത് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളതെന്നാണ്. ആൻസർ ബീഹാർ ആണ്. അതിലൊരു സ്ലൈഡിൽ ഫിഗർ കാണിക്കാനുണ്ടായിരുന്നു. ലോമാസ് ഋഷി കേവ് ബുദ്ധിസ്റ്റ് മോങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ അജീവികാസിനും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ബീഹാർ സ്റ്റേറ്റിലുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മൗര്യൻ റൂളേഴ്സ്. അത് നമുക്ക് നോക്കാനുണ്ട്. അത്ര മഗധ ക്യാപിറ്റലാക്കി ഭരിക്കുന്ന മൗര്യൻ റൂളേഴ്സിൽ ബുദ്ധിസം സ്വീകരിച്ച പ്രധാനപ്പെട്ട റൂളർ ആരാണ്? ഇത് കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ ബുദ്ധിസം സ്വീകരിച്ചുകൊണ്ടായി. ബുദ്ധിസം സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് അശോകൻ. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ആർക്കിടെക്ചർ ഓഫ് ബുദ്ധിസ്റ്റ് സ്തൂപ? അതായത് ബുദ്ധിസ്റ്റ് സ്തൂപയെ ബന്ധപ്പെട്ട വാക്കുകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ള മണ്ഡപം, ഗോപുരം, ഗർഭഗൃഹ, ഇതൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന അമ്പലങ്ങളിൽ കേൾക്കുന്ന പേരുകളാണ്. അപ്പോൾ ഇതൊന്നും എന്തല്ല ബുദ്ധിസ്റ്റ് സ്തൂപയുമായി ബന്ധപ്പെട്ടല്ല. നമുക്ക് സ്തൂപയുമായി ബന്ധപ്പെട്ടെന്ന്
പുറത്തെ ഗേറ്റ് അത് തോരണ, അവിടുത്തെ പുറത്തുള്ള റെയിലിങ്സ്, ആ റെയിലിങ്സിനെ വിളിക്കുന്ന പേരാണ് വേദിക. അതിൻ്റെ ഉള്ളിലേയുള്ള പാസേജ്, ആ പാസേജിനെ വിളിക്കുന്ന പേരാണ് മേദി. അതായത് ഇത് വേദിക, ഇത് തോരണ, നടുക്കുള്ള പാസേജ് മേധി, ഈ ഹെമിസ്ഫെറിക്കൽ ഉള്ള ഇതാണ് അണ്ട, ഇതിൻ്റെ മേലെയുള്ള ഈ സ്ക്വയർ 4 ഭാഗത്തുള്ള ഇതാണ് ഹർമിക, ഇതിൻ്റെ മേലേക്കുള്ള സർക്കുലർ ഡിസ്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷാഫ്റ്റും, ഇതാണ് ചാത്രാസ്. അതുപോലെ യാഷ്ടി, ഈ ഷാഫ്റ്റിനെ വിളിക്കുന്നതാണ് യാഷ്ടി, ഈ സർക്കുലർ ഡിസ്കാണ് ചാത്രാസ്. അപ്പോൾ ആൻസർ ഇവിടെ ഹർമിക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്തൂപ സൈറ്റ്സ് ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യു പി? അതായത് യു പിയിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ രാമബർ നോക്കുമ്പോൾ എവിടെയാണ്? രാമബർ എന്ന് പറയുമ്പോൾ കുശിനഗറിലാണ്, യു പിയിലാണ്. ധമേക്ക് എന്ന് പറയുന്നത് സാരനാഥ്, യു പിയിലാണ്. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് ഈ ബഹർഹത്ത് സ്തൂപയാണ്. ഇത് മധ്യപ്രദേശിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. ബഹർഹത്ത് സ്തൂപ മധ്യപ്രദേശിലാണ്, അതുപോലെ ഇത് രണ്ടും യു പിയിലാണെന്നറിയാം. ധമേക്ക് എന്ന് പറയുന്നത് സാരനാഥിൽ ഫസ്റ്റ് സർമൺ നടത്തിയത്, രമാബർ എന്ന് പറയുന്നത് കുശിനഗറിൽ ബുദ്ധൻ മരിച്ച സ്ഥലത്ത്. ഇവിടെ ഈ ചൗഖണ്ഡി എന്ന് പറയുന്നത് യു പിയിലാണ് കിട്ടിയത്. നാളെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാലും അറ്റംപ്റ്റ് ചെയ്യാം. ചൗഖണ്ഡി എന്ന് പറയുന്നത് യു പിയിലാണ്, ബറൗത്ത് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. ബറൗത്ത് മധ്യപ്രദേശ്, ചൗഖണ്ഡി യു പി. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ വിച്ച് സിറ്റി വാസ് ദ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഹെൽഡ്? അപ്പം ബുദ്ധിസ്റ്റ് കൗൺസിലിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ബുദ്ധിസ്റ്റ് കൗൺസിൽ നോക്കുമ്പോൾ ആദ്യത്തെ AK ആണ് കോഡ്. അജാതശത്രു, കാലശോക, അശോക, കനിഷ്കൻ. അപ്പോൾ ഈ അശോകൻ നടത്തിയത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ആദ്യം നടത്തിയത് രാജഗൃഹയിൽ, മഗധയുടെ ക്യാപിറ്റൽ. പിന്നെ നടത്തിയത് അവസാനമായിട്ട് സർമൺ നടത്തിയ വൈശാലിയിൽ. മൂന്നാമത് നടത്തിയത് പാട്ലിപുത്ര. അപ്പോൾ ഇതാണ് ചോദ്യം വരുന്നത്. AK കോഡ് കിട്ടി. ആദ്യം നടത്തിയത് രാജഗൃഹ, വൈശാലി, പാടലിപുത്ര, അവസാനം കാശ്മീർ. ഇതിൽ പി ആണ് ആൻസർ, പാടലിപുത്ര. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുദ്ധിസ്റ്റ് സൈറ്റ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ യു പി? യു പിയിൽ ഉള്ളത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അമരാവതി ആന്ധ്ര തെലങ്കാന ആ ഭാഗത്താണ്. അപ്പോൾ ഇതല്ല. സാരനാഥും സാഞ്ചി മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയുന്നത് സാരനാഥ് എവിടെയാണ്? യു പിയിലാണ്. അടുത്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ദ പ്ലേസ് ഓഫ് ഗൗതമ ബുദ്ധാസ് ബർത്ത് വാസ് എ ഗ്രൂവ് നോൺ ആസ്? അതായത് ബുദ്ധൻ ജനിച്ചത് എവിടെയാണെന്ന് ചോദിക്കുന്നു. ബുദ്ധൻ ജനിച്ചത് ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്താണ് ബുദ്ധൻ ജനിക്കുന്നത്. 563 ലുംബിനിയിൽ ജനിക്കുന്നു. ജന്നത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ബുള്ള് അല്ലെങ്കിൽ ലോട്ടസ് ആണ് ബുദ്ധൻ്റെ ബർത്തിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ. അടുത്തത്, ദ റൂൾസ് മെയ്ഡ് ഫോർ ഡാഷ് were written down in a book called വിനയ പീഠിക. അപ്പോൾ 3 പീഠകാസ്, 3 ബക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുത്ത പീഠിക, സത്ത്, ഒരു കാര്യത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കാതലായ കാര്യം, അതെന്താണ്? ബുദ്ധിസത്തിൽ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആണ്. അടുത്തതാണ് വിനയ പീഠിക, ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും സ്മോളസ്റ്റുമാണ് വിനയ പീഠിക. വിനയം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു മൊണാസ്റ്റിക് റൂൾസ് ആണ്. അപ്പോൾ മൊണാസ്റ്റിക് റൂൾസ് ആണ് വിനയ പീഠിക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ ആൻസറിൽ ഏതാണ് മൊണാസ്റ്റിക് റൂൾസ് വരുന്നത്? ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ബുദ്ധിസ്റ്റുകൾ ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കുമ്പോൾ അവരുടെ അത് തന്നെയാണ് ഈ മൊണാസ്ട്രിക് റൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ പരസ്പരവും കമ്മ്യൂണിറ്റി വൈസും എന്തൊക്കെ റൂൾസാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് മൂന്നാമത്തെ. നാലാമത്തെ അഭിധമ്മ പീഠി, അതായത് സുത്ത പീഠികേൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ്. അടുത്ത, അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഡിഡ് ലോർഡ് ബുദ്ധ ഗിവ് ഹിസ് ഫസ്റ്റ് സർമൺ? സാരാനാഥ്, യു പി. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഡിഡ് ലോർഡ് ബുദ്ധ അറ്റൈൻ എൻലൈറ്റ്മെൻറ്റ്? എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിർവാണ അറ്റൈൻ ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? ബോധ്ഗയ, ഉരുവേല എന്ന് പറയുന്ന സ്ഥലത്ത്
49 ദിവസം പീപ്പിൾ ട്രീ ആയിട്ടുള്ള ബോധി ട്രീയുടെ കീഴിൽ നിരഞ്ജന റിവറിൻ്റെ സമീപത്താണ് ഇതുള്ളത്. എൻലൈറ്റ്മെൻറ്റ് ബോധ് ഗയ. അടുത്തൊരു ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ മേജർ ഇവൻറ്റ്സ് ഓഫ് അശോകാസ് റെയിൻ എന്ന് പറഞ്ഞാൽ അധിക ഭരണം നിൽക്കുന്ന ഭരണകാലഘട്ടം വാസ് ദ കൺവീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്നത്. കൺവീനിങ് ഓഫ് ദ ഡാഷ് ബുദ്ധിസ്റ്റ് സംഘ, അതായത് സംഘ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കൗൺസിൽ എന്നുള്ള അർത്ഥം. കൺവീനിങ് അശോകൻ എത്രാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളെ കോഡ് എന്ന് പറഞ്ഞാൽ AK ആണ്. AK അജാതശത്രു, കാലശോക, അശോക എന്ന് പറയുന്നത് എത്രയാണ്? മൂന്നാമത്തത്. ഫസ്റ്റ്, ഫോർത്ത്, തേർഡ്. ആദ്യത്തെ അജാതശത്രു, കാലശോക, അശോക, കനിഷ്കൻ. അടുത്ത ക്വസ്റ്റ്യൻ. മദേഴ്സ് ഫോസ്റ്റർ മഹാപ്രജാപതി ഗൗതമി വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബി ഓർഡൈൻഡ് ആസ് ഭിക്കുനി. ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടി. മഹാപ്രജാപതി ഗൗതമി ആരുടെ ഫോസ്റ്റർ മദറാണെന്നാണ് ചോദിക്കുന്നത്. ആരുതാണ്? ബുദ്ധൻ്റെ വളർത്തമ്മയായിട്ടുള്ള, മെറ്റേണൽ ആയിട്ടുള്ള, ഫോസ്റ്റർ മദർ, സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള മഹാപ്രജാപതി ഗൗതമിയാണ് ആദ്യത്തെ ഭിക്കുനിയായത്. അത് ബുദ്ധൻ നേരിട്ടാണ് ഓർഡൈൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഈ സെഡ് ടു ഹാവ് ബീൻ പാട്രണൈസ്ഡ് ബൈ. കോഡ് AK. അപ്പോൾ ഈ ഏതാണ്? അജാതശത്രു. അപ്പോൾ അതാണ് ആൻസർ, അജാതശത്രു. AJ അജാതശത്രു. അപ്പോൾ ഓപ്ഷൻ എയും ബി തന്നിട്ടുള്ളൂ. സി എന്ന് പറയുന്നത് ഏതായിരിക്കും? അജാതശത്രുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചേത്യ വിഹാരി ഫെസ്റ്റിവൽ ഇത് എവിടെ വെച്ചിട്ടാണ്? അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഒരു സാധനം കിട്ടി. സാഞ്ചിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതെന്താണ്? ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവലാണ്. ഇതെന്താണെന്ന് വെച്ചാൽ സാഞ്ചിയിൽ പിന്നെ അവിടുത്തെ ബുദ്ധിസ്റ്റ് മോങ്സ് ആയിട്ടുള്ള സായിപുത്ത, മഹാമൊഗല്ലിന ഇവരുടെയൊക്കെ റിലിക്സ് എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ, ആ റിലിക്സൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സാഞ്ചിയിലാണ്. അത് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഒരുപാട് ആയിരക്കണക്കിന് ബുദ്ധിസ്റ്റ് മോങ്കുകൾ സാഞ്ചിയിലെത്തുന്നത്. ആ ഫെസ്റ്റിവലാണ് ചേത്യാഗിരി വിഹാര ഫെസ്റ്റിവൽ. ഒരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏർലിയസ്റ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വർ റിട്ടൺ ഇൻ. അതായത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് പാലിയിലും എഴുതിയിട്ടുണ്ട്, സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത് ഈ ബുദ്ധിസം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മതമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് നേരത്തെ കോമൺ മാൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള പാലി ഭാഷയിലാണ്. ദ ഏർലിയസ്റ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വർ റിട്ടൺ ഇൻ പാലി. പിന്നീടാണ് സംസ്കൃതത്തിലേക്ക് മാറുന്നത്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവറായിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും NCERT ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ അത്യാവശ്യം ബാക്കി തിയറിയും കാര്യങ്ങളൊക്കെ കവറായിട്ടുണ്ട്.